بسم الله الرحمن الرحيم وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين وترى الملائكة حافين من حول العرش يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين. السلام عليكم ورحمة الله. الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم يعلم بأن الله يرى. ആദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സത്യാന്വേഷികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ സന്ദർഭത്തിൽ അള്ളാഹുവിനേറെ തൃപ്തിയുള്ള അവൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള ഒരു സദസ്സിൽ ഇരിക്കാൻ നമുക്കെല്ലാവർക്കും അവസരമുണ്ടായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. മുന്നിലെ കാഴ്ചകൾ നോക്കി, മുന്നിലെ കേൾവി ശ്രദ്ധിച്ച് പല സദസ്സുകൾക്കും മുന്നിൽ നമ്മൾ ഇരുന്നിട്ടുണ്ടാകും. സംഗീത സന്ധ്യകളുടെ, സിനിമാ തിയേറ്ററുകളുടെ, ക്ലബ്ബുകൾ ഓർഗനൈസ് ചെയ്യുന്ന പരിപാടികളുടെ തുടങ്ങി ജീവിതത്തിൽ ഒരു മിന്നൽ പിണർ പോലെ മനസ്സിൽ തെളിയുന്ന കുറേ ഇരുത്തങ്ങൾ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അവിടെയൊന്നും പറയാൻ കഴിയാത്ത വിശേഷണമാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയും മലക്കുകളുടെ സാന്നിധ്യവുമുള്ള സദസ്സാണ് നമ്മുടെ സദസ്സ് എന്നത്. അതുകൊണ്ടാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചു എന്ന് ഞാൻ പറയാനുള്ള കാരണവും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ നിമിഷം ഇവിടെ വെച്ച് മനസ്സിൽ ഒരു പ്രാർത്ഥന നിർവഹിക്കാൻ സാധിക്കും. അള്ളാഹുവേ, നിനക്ക് തൃപ്തിയുള്ള കാര്യങ്ങളിൽ മാത്രം ജീവിക്കുന്ന ഒരാളാക്കി എന്നെ നീ മാറ്റണമേ എന്ന പ്രാർത്ഥന നമുക്ക് ഈ സന്ദർഭത്തിൽ നിർവഹിക്കാൻ സാധിക്കും. വളരെ സുദീർഘമായ ഒരു സംസാരമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു പൂർണ്ണമായ അറ്റൻഷൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ഏറ്റവും തിരക്കുള്ള കുറേ ആളുകളാണ് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. അവരുടെ ഫോൺ നിരന്തരം ശബ്ദം മുഴക്കിക്കൊണ്ടിരിക്കും. അവരുടെ ചിന്ത നിരന്തരം അതിർത്തികളില്ലാതെ അത് യാത്ര നടത്തിക്കൊണ്ടിരിക്കും. അത്തരം കുറേ ആളുകൾ ഈ സദസ്സിൽ ഉണ്ടാകണം എന്നതാണ് സ്വാഭാവികമായും ഈ പരിപാടിയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒരു റേഞ്ചും ഇല്ലാത്തൊരു സ്ഥലത്ത് ആണ് ഈ ദിവസം ഈ സമയം എത്തിപ്പെട്ടതെങ്കിൽ നമ്മൾ എന്തു ചെയ്യും എന്നാലോചിച്ചാൽ മതി. ഒരു റേഞ്ചും ഇല്ലാത്തൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിൽ ഒരു പ്രദേശത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ ഫോണിൻ്റെ കാര്യത്തിൽ എന്ത് ഡിസിഷൻ എടുക്കുമോ
ആ ഡിസിഷൻ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ വളരെ അത്യാവശ്യമായിട്ട് ചിലപ്പോൾ ചില കോളുകളും കാര്യങ്ങളും ഹോസ്പിറ്റൽ കേസും വേറെ അങ്ങനെ ചിലപ്പോൾ ഒരാളിങ്ങനെ ഇങ്ങോട്ട് വരുന്ന ഒരാളുണ്ടാവും, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടോ ഒരു വഴി കാണിക്കേണ്ട ഒരാളുണ്ടാകും. അത് ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ആ രീതിയിൽ നിങ്ങളുടെ ഒരു അറ്റൻഷൻ ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഒരു 4 സീറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അത് ഇൽമിൻ്റെ സദസ്സിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ്. ബാക്ക് സൈഡിൽ നിന്ന് എവിടെയെങ്കിലും ഒന്നും വന്നിരുന്നാൽ മതി, കുഴപ്പമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് അവർക്ക് എഴുത്തും വായനയൊന്നും അറിഞ്ഞിരുന്നില്ല. MP3 റെക്കോർഡറും വീഡിയോഗ്രാഫിയും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന് മൈക്രോഫോൺ ഇല്ലാതെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് എന്നല്ല ലോകത്തോട് സംസാരിച്ചത് വള്ളിയും പുള്ളിയും ഇല്ലാതെ രേഖപ്പെടുത്തി വെക്കാൻ കഴിഞ്ഞത് അതും 40ഉം 50ഉം പിന്നിട്ട മനുഷ്യന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹി എഴുതിയ എഴുത്തുകാരെ പോലെ എടുത്തു നോക്കിയാൽ നമുക്കതറിയാം. അത്തരം ഒരു പ്രായത്തിലെത്തിയ ആളുകൾക്കും ഒക്കെ കൃത്യമായിട്ട് മനപ്പാടാക്കാൻ കഴിഞ്ഞതും കൃത്യമായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞതും ഒറ്റ കാരണം കൊണ്ടാണ്. അവർ ഇൽമിൻ്റെ സദസ്സിനോടുള്ള കടപ്പാട് പൂർത്തീകരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആ സീറ്റ് ഫില്ല് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്തത്. ഇരിക്കട്ടെ. ഏതാണെങ്കിലും നമ്മൾ പലപ്പോഴും സൈൻ ബോർഡുകൾ കാണാറുണ്ട്. ആ സൈൻ ബോർഡുകൾ നമ്മുടെ ജീവിതത്തിൽ ഏറെ വലിയ ഉപകാരങ്ങൾ നിർവഹിക്കുന്നു. യാത്ര ചെയ്യുന്ന വഴിയിലെ എക്സിറ്റുകളിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന സൈൻ ബോർഡുകൾ, യാത്ര ചെയ്തെത്തുന്ന ഓഫീസിലെ ഞാൻ ഉദ്ദേശിക്കുന്ന റൂമിലേക്ക് തന്നെ വഴി നടത്തുന്ന നോട്ടീസ് ബോർഡുകൾ അതെൻ്റെ ജീവിതത്തിൽ നിർവഹിക്കുന്ന ദൗത്യം ചെറുതൊന്നുമല്ല. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ജീവിതയാത്രയിൽ വഴി അറിയണം. ഇരുട്ടുള്ള സ്ഥലങ്ങളിലെത്തുമ്പോൾ നമുക്ക് വെളിച്ചം കിട്ടണം. ആ വഴിയും വെളിച്ചവും എങ്ങനെ കിട്ടുമെന്നതാണ് ഇന്നത്തെ നമ്മുടെ അന്വേഷണത്തിൻ്റെ ചുരുക്കം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇവിടെ നോക്കൂ നിങ്ങൾ, ഞാനൊരു 2-3-4 വ്യക്തികളെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് തരികയാണ്. ആ വ്യക്തികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സാ ചോദിക്കുക. അയാൾ രാവിലെ സൂട്ടും കോട്ടും എല്ലാം എടുത്ത് അയാളുടെ സൂട്ട് കേസ് എടുത്ത് ഒരു വലിയ ലക്ഷ്യത്തോടു കൂടെ ഒരു യാത്രക്കിറങ്ങുകയാണ്. ആ യാത്രക്കിറങ്ങി അയാളുടെ വീട്ടിൽ നിന്ന് ഗേറ്റ് കിടക്കുന്ന കിടക്കലിൽ ഒരു കറുത്ത പൂച്ച അങ്ങോട്ട് ക്രോസ് ചെയ്തു. കറുത്ത പൂച്ച ക്രോസ് ചെയ്തപ്പോൾ അയാൾ മെല്ലെ അയാളെ വണ്ടി അതേപോലെ ബാക്കിലേക്ക് എടുത്തിട്ട് സൂട്ട് കേസൊക്കെ അവിടെ വെച്ച് അയാളുടെ ഡ്രസ്സ് അഴിച്ചു വെച്ച് അവിടെ തന്നെ ഇരുന്നു. ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് എനിക്ക് ചില എൻഗേജ്മെൻറ്റ്സ് ഉണ്ട്, ഞാൻ നാളെ നിങ്ങളെ വന്ന് കണ്ടോളാം. എന്താണ് പ്രശ്നം നിങ്ങൾക്കും എനിക്കൊക്കെ മനസ്സിലായല്ലോ. എന്താണ് പ്രശ്നം നമുക്കൊക്കെ മനസ്സിലായി. നമ്മളാണെങ്കിൽ എന്താ ചിന്തിക്കുക? ഈ ഇരിക്കണ മുഴുവൻ ആളുകൾ എന്താ ചിന്തിക്കുക? പൂച്ചയ്ക്ക് എന്നെക്കാളും തിരക്കുണ്ട്, അതുകൊണ്ട് പൂച്ച പോയിക്കോട്ടെ, അല്ലേ? അങ്ങനെ ചിന്തിക്കുള്ളൂ. പക്ഷെ അയാൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല ഒരു വ്യക്തി. രണ്ടാമത്തെ ഒരു വ്യക്തിയെ എനിക്കും നിങ്ങൾക്കൊക്കെ അറിയുന്ന കേരളത്തിൻ്റെ ഫൈനാൻഷ്യൽ മിനിസ്റ്റർ, സാമ്പത്തിക ധനകാര്യ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രസ് കോൺഫറൻസ് യൂട്യൂബിൽ നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടും. എൻ്റെ പ്രശ്നം 13ൻ്റെ പ്രശ്നമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതെൻ്റെ 13ാമത്തെ എന്താ പറയുക തെരഞ്ഞെടുപ്പിലൂടെ ഞാൻ നിയമസഭയിലെത്തുന്നത് 13ാം തവണയാണ്. ഇത് 13ാം നിയമസഭയാണ്. ഇത് 13ാമത്തെ ബഡ്ജറ്റാണ്. ഇങ്ങനെ പല നിലക്കും 13ന് ഒരുപാട് കുഴപ്പമുണ്ട് എന്നാണ്. അത് ജസ്റ്റ് വിക്കിപീഡിയയിൽ നിങ്ങൾ സെർച്ച് ചെയ്താലും 13ൻ്റെ പ്രശ്നം നിങ്ങൾക്ക് അവിടെ കാണാം. കേരളത്തിൻ്റെ ഭരണസ്ഥിരാ കേന്ദ്രത്തിലെ 13ാം നമ്പർ റൂം ഫ്രീ ആണ്. എന്താ അത് അപശകുനമായി ആളുകൾ കാണുന്നു. നമ്മളാണെങ്കിൽ എന്തു പറയും? 13ാം നമ്പർ റൂം ഇങ്ങോട്ട് കൊണ്ടാ ഞാൻ താമസിച്ചോളാം എന്ന് പറയും, അല്ലേ? നമുക്കത് പ്രശ്നമല്ല, നമുക്കതിനോട് ഒരു ബേജാറും യഥാർത്ഥത്തിലില്ല. ഇനി നിങ്ങൾ നോക്ക്, വെള്ളത്തിൽ സ്വന്തം ജ്യേഷ്ഠത്തിയുടെ കുഞ്ഞിനെ അവനെ താലോലിച്ച് തോളിലേക്കിട്ട് കൊണ്ടുപോയി നേരെ മുകളിലുള്ള വാട്ടർ ടാങ്കിൽ അവനെ മുക്കി കൊന്നു ഒരു തമിഴ് ലേഡി, ഒരു തമിഴ് സ്ത്രീ. 3 വയസ്സുള്ള കുഞ്ഞ് ശ്വാസം കിട്ടാതെ വെള്ളത്തിൽ കിടന്നു പിടയുമ്പോൾ അവർ വിചാരിച്ചത് അവർ നിർവഹിക്കുന്നത് ഏറെ ആത്മീയമായൊരു നന്മയാണ്. ഈ കുട്ടിയാണ് എൻ്റെ സിസ്റ്ററുടെയും അവരുടെ ഹസ്ബൻഡിൻ്റെയും ലൈഫിലെ പ്രശ്നം. അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലാക്കിയ ഞാൻ
അവനെ കൊന്ന് ഇതിൽ നിന്നും ദൈവത്തിന് അവനെ കുരുതി കൊടുത്ത് ഇതിൽ നിന്നും അവരെ രക്ഷിക്കുകയാണ് എന്നാണ്. നമ്മളെ അവരെന്ത് വിളിക്കും? നമ്മളവരെ കൊലയാളി എന്ന് വിളിക്കും, അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ എന്താ പ്രശ്നം? ഈ ചെയ്ത ആളുകൾക്കൊക്കെ അറിവില്ലാഞ്ഞിട്ടാണോ? ഈ ചെയ്ത ആളുകൾക്കൊക്കെ അറിവില്ലാഞ്ഞിട്ടാണോ? വിഗ്രഹം പാല് കുടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പാല് കുടിക്കുന്ന വിഗ്രഹത്തിൻ്റെ മുന്നിൽ പാൽപാത്രവും കൊണ്ട് ചെന്ന ഇന്ത്യൻ ഭരണ രംഗത്തെ പ്രമുഖരും ISROയിലെ സയൻറ്റിസ്റ്റുകളും പ്രൊഫഷണൽ രംഗത്തെ ഉന്നതരായ വ്യക്തികളും ഭരണസിരാ കേന്ദ്രങ്ങളിലെ ബ്യൂറോക്രസികളും ഒക്കെ നമുക്ക് പലപ്പോഴും പലവരും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവർക്കാർക്കും ഇല്ലാത്തത് അറിവല്ല, തിരിച്ചറിവാണ്. അപ്പോൾ ഇത്തരം പരിപാടികൾ യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്നത് തിരിച്ചറിവാണ്. ഈ ആളുകളെയൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ എന്താപ്പോൾ അവൻ്റെ സ്ഥിതി, എന്താപ്പോൾ അവൻ്റെ കോലം എന്ന് നമ്മൾ പറയും. എന്നാൽ നമ്മളും പല വിഷയങ്ങളിലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. വിഷയങ്ങൾ ഇത്ര തീവ്രമല്ലാത്തതുകൊണ്ട് മാത്രം ചിലപ്പോൾ അങ്ങനെ പരസ്യമായി നമ്മളെ പറ്റി അഭിപ്രായം പറയണില്ല എന്നേ ഉള്ളൂ. നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ നിലപാടുകൾ, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ സംസാര രീതികൾ, നമ്മുടെ ഫാമിലി ഡീലിങ്സ്, നമ്മുടെ കോവർക്കേഴ്സിനോടുള്ള ഡീലിങ്സ്, മറ്റുള്ള ഇങ്ങനെ ഒരു കൂട്ടം കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ പലപ്പോഴും പല വിഷയങ്ങളിലും നമ്മളും ഇങ്ങനെയാണ്. ഈ രീതിയിലാണ് നമ്മുടെയൊക്കെ ഒരു അവസ്ഥ. എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളിലൊക്കെ തിരിച്ചറിവ് കിട്ടിയ ആളുകൾ നമ്മളെ നോക്കിയിട്ട് എന്താ ഇപ്പോൾ അയാളുടെ സ്ഥിതി, എന്താണ് ഇപ്പോൾ അയാളുടെ അവസ്ഥ എന്ന് ചിന്തിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പ്രത്യേകം പറയാണ്, ഇത്തരം സദസ്സുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് തിരിച്ചറിവുകളാണ്, നമുക്ക് ലഭിക്കുന്നത് നിലപാടുകളാണ്, നമുക്ക് ലഭിക്കുന്നത് കാഴ്ചപ്പാടുകളാണ്. ആ നിലപാടുകൾക്കും കാഴ്ചപ്പാടുകൾക്കും കട്ടിയും കനവുമുള്ള പുസ്തകത്തിലെ ആഴമുള്ള വിജ്ഞാനത്തെക്കാളും വലിയ എന്താ പറയുക വെളിച്ചമുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരാൾ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യാണ്, അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യണ ആൾ റോഡ് അതിൻ്റെ സെൻറ്ററിലെത്തിയപ്പോൾ നേരെ പിന്നോട്ട് നടന്നു വന്ന് ഒരു തൂക്കുപാത്രവും പിടിച്ച് അവിടെ കാത്തു നിൽക്കുന്ന, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന വയോവൃദ്ധനായ അയാളുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്താ എവിടെ നിൽക്കുന്നത്? ഞാനിങ്ങനെ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് എനിക്ക് ആ ഹോസ്പിറ്റലിലേക്കൊന്ന് പോകണം. അപ്പോൾ അയാളെ കൈ പിടിച്ച് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് അയാൾ ചോദിച്ചു, ആരാ ഹോസ്പിറ്റലിൽ? എൻ്റെ ഭാര്യയാണ്. ഈ പാത്രത്തിൽ അവർക്കുള്ള ഭക്ഷണമാണോ? അതെ. ഞാൻ ചെന്നിട്ട് വേണം അവൾക്കിത് കൊടുത്ത് ഗുളിക കഴിക്കാൻ. അപ്പോൾ വയസ്സായൊരു മനുഷ്യൻ വടിയും കുത്തി പോകുന്ന അയാളുടെ കയ്യിലെ ആ തൂക്കുപാത്രം എത്ര ആളുകൾ കണ്ടു സുഹൃത്തുക്കളെ? ഇയാളും കണ്ടു. ഇയാൾ റോഡ് ക്രോസ് ചെയ്ത് മധ്യത്തിലെത്തിയപ്പോഴാണ് ആ തൂക്കുപാത്രം അയാളുടെ കാതിൽ, അയാളുടെ കണ്ണിൽ, അയാളുടെ ഹൃദയത്തിൽ, അയാളുടെ അകക്കണ്ണിൽ അത് തെളിയുന്നത്. വയോവൃദ്ധനായ മനുഷ്യൻ്റെ ശരീരമോ വളഞ്ഞു നിൽക്കുന്ന അയാളുടെ ആരോഗ്യാവസ്ഥയോ ഒന്നുമല്ല അയാൾ ശ്രദ്ധിച്ചേ. കയ്യിലെ തൂക്കുപാത്രത്തിൽ പെട്ടെന്ന് മനസ്സൊരു റെഡ് റൗണ്ട് ഇട്ടു. ആ തൂക്കുപാത്രം മെല്ലെ പിന്നോട്ട് ചെന്ന് ചോദിച്ചപ്പോൾ അയാൾ ചിന്തിച്ചത് കറക്റ്റാണ്. ഈ ഹോസ്പിറ്റലിലുള്ള ആർക്കോ ഭക്ഷണം കൊണ്ടുപോവാണ് അയാൾ, അല്ലേ? ഞാൻ പറയണത് ജീവിതത്തിൻ്റെ ഇത്തരം ഒരു മുന്നോട്ട് പോക്കിൻ്റെ ഇടയ്ക്ക് മനുഷ്യരുടെ കയ്യിലെ തൂക്കുപാത്രത്തിൻ്റെ അർത്ഥമറിയണമെങ്കിൽ, മനുഷ്യരുടെ മുഖത്തെ ദുഃഖത്തിൻ്റെ അർത്ഥമറിയണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഡയറക്ഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ ബാക്കി ഉള്ള എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മനസ്സിനെ സ്വസ്ഥാക്കി മുൻധാരണകളുടെ എല്ലാ ഫ്രെയിമും എടുത്തു മാറ്റി, അല്ലേ? എന്താ ചെയ്യുക? എസ്പെഷ്യലി മതരംഗത്തെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ സംഭവിക്കാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശൈത്താൻ നമ്മളൊരു വൃത്തത്തിൻ്റെ ഉള്ളിലാക്കും. ഇത് ഇന്ന ആൾക്കാരാണ്, ഓരെന്നതായിരിക്കും പറയാം, അത് ഇങ്ങനെ തന്നെയാണ്, ഇനി ഓരെന്തൊക്കെ പറഞ്ഞവർ ഇങ്ങനെയല്ലേ ഇങ്ങനത്തെ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കയറ്റി നിർത്തും. ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എത്ര കേട്ടിട്ടും കാര്യമില്ല, നമുക്കൊന്നും കിട്ടാണ്ടാവില്ല. ഞാൻ സാധാരണ ഈ ഒരു പോയിന്റ് പറയുമ്പോൾ പറയാറുണ്ട്, എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ GM കൊണ്ടുപോയിട്ട് ഒരു റിസൈനിങ് ലെറ്റർ കൊടുത്തു. റിസൈനിങ് ലെറ്റർ കൊടുത്തതിൻ്റെ കാരണം എന്തായിരുന്നു എന്നറിയോ? ഇന്നലെ വൈകുന്നേരം വളരെ സമയം വർക്ക് ചെയ്ത് ആ ഓഫീസിൽ നിന്ന് ഏറ്റവും അവസാനം ഇറങ്ങിയ ആളായിരിക്കും ഒരു പക്ഷേ ഇദ്ദേഹം. നല്ല സാലറി വാങ്ങുന്ന ഈ ചെറുപ്പക്കാരൻ, ഒരു 29-30 വയസ്സേ പ്രായമുള്ളൂ. എന്നാൽ റിസൈനിങ് ലെറ്റർ ഉള്ളത് ഞാൻ പോവാൻ എനിക്ക് കഴിയില്ല എന്നാണ്. രാവിലെ അയാൾ ഞെട്ടി. എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ പോകുമ്പോൾ എൻ്റെ ഉമ്മ ക്യാൻസർ രോഗിയായിരുന്നില്ല, ഇന്ന് രാവിലെ ഞാൻ വരുമ്പോൾ എൻ്റെ ഉമ്മ ക്യാൻസർ രോഗിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. എൻ്റെ ഉമ്മക്ക് 6 മാസത്തെ ആയുസ്സേ ഡോക്ടർ നിശ്ചയിച്ചിട്ടുള്ളൂ. ആ 6 മാസം ഞാൻ ഉമ്മൻ്റെ കൂടെ
ഉമ്മാക്ക് സേവനവും സൗകര്യവും ചെയ്ത് ജീവിക്കട്ടെ എന്നാണ്. മനസ്സിലല്ലേ? അതേ സമയത്ത് വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി സ്വന്തം മാതാപിതാക്കളെ സെല്ലിലടച്ച് കൗണ്ടറിൽ ക്യാഷും അടച്ച് കാറും ഡ്രൈവ് ചെയ്ത് തിരക്ക് പിടിച്ച നിരത്തുകളിലൂടെ സ്വന്തം ഓഫീസുകളിലേക്ക് നീങ്ങുന്ന എത്രയോ മക്കൾ സമൂഹത്തിലുണ്ട്. ഇവർക്ക് രണ്ടാൾക്കുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ആ വ്യത്യാസം കൃത്യമായി നിർവചിക്കാൻ നമുക്ക് സാധിക്കണം. ആ വ്യത്യാസം രണ്ടാൾക്കും അറിവുണ്ട്, പക്ഷേ ഒരാൾക്ക് തിരിച്ചറിവുണ്ട്, മറ്റൊരാൾക്ക് തിരിച്ചറിവില്ല. അതുകൊണ്ട് അത്തരം ഒരു തിരിച്ചറിവിലേക്ക് ചില കാര്യങ്ങൾ കൈമാറുക എന്നതാണ് എൻ്റെ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അത് ഭംഗിയായി പറയാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സമൂഹത്തിലെ മറ്റു മനുഷ്യരെ പോലെ തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടാണ് ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ വീടിന് ഭരണാധികാരിയുടെ ഹാവഭാവങ്ങളോ അദ്ദേഹത്തിൻ്റെ യാത്രകൾക്ക് ഭരണാധികാരികളുടെ യാത്രയുടെ ആവേശങ്ങളോ ഒന്നുമില്ല. മുന്നിൽ പൈലറ്റ് വാഹനവും പിന്നിൽ എസ്കോർട്ട് വാഹനവും സൈറൺ മുഴക്കുന്ന സംവിധാനങ്ങളൊന്നുമില്ലാതെ ശാന്തമായി സ്വന്തം സാമൂഹിക ഘടനയിൽ ജീവിച്ച ആളായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ പ്രവാചക തിരുമേനി ഒരു ദിവസം മദീനയിലെ മാർക്കറ്റിലെത്തുകയാണ്. തിരക്ക് പിടിച്ച മാർക്കറ്റിൻ്റെ മധ്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ അവരെല്ലാവരും കൂടി വട്ടം ചുറ്റി നിന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? ഫമറ ബിജദിയിൻ അസക്ക, പ്രവാചകൻ ചെവി ചെറുതായ ഒരു ചത്തുകിടക്കുന്ന ആട്ടിൻകുട്ടിയുടെ അടുത്തുകൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി. പ്രവാചകൻ ആ കുഞ്ഞു ചെവിയുള്ള ആടിനെ തൻ്റെ കൈകളിൽ എടുത്തു പൊക്കി. അതോടുകൂടി അവിടെ പിൻ ഡ്രോപ്പ് സൈലൻസ്. നോട്ടീസില്ല, ലഘുലേഖയില്ല, ആവർത്തിച്ചുള്ള ഫോൺ വിളിയില്ല, വാട്സപ്പ് മെസ്സേജില്ല, ഒന്നുമില്ല. പെട്ടെന്ന് എല്ലാവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് എന്തോ ഒന്ന് പറയാനുണ്ട്, അത് കേൾക്കണമെന്ന ഭാവത്തോടു കൂടെ എല്ലാവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചുറ്റും എന്തോ ഒരു ഉപദേശം കേൾക്കാനുള്ള രീതിയിൽ അവരൊരുമിച്ചിരുന്നു. അപ്പോൾ പ്രവാചകൻ അവരോട് ചോദിച്ചു, അയ്യുക്കും യുഹിബ്ബു അൻ യകൂന ഹാദാ ലഹു ബിദിർഹമിൻ, നിങ്ങളിൽ ആർക്കാണ് ഇത് ഒരു ദിർഹമിന് വേണ്ടത്? ഞാനിത് ഒരു ദിർഹമിന് വിൽക്കാൻ പോവാണ്, ആർക്കാണ് വേണ്ടത്? അപ്പോൾ അവർ ചോദിച്ചു, വമനസ്നഉ ബിഹി യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾ ഇതിനെക്കൊണ്ട് എന്ത് ചെയ്യാനാ? വിശേഷിച്ച് ഞങ്ങൾക്ക് ഇതിനെക്കൊണ്ട് ഒന്നും ചെയ്യാല്ല. അതുകൊണ്ട് റസൂലെ ഞങ്ങൾക്ക് അതിനെ വേണ്ട. അള്ളാഹുവിൻ്റെ റസൂൽ വീണ്ടും ചോദിച്ചു, അതുഹിബ്ബൂന അന്നഹു ലക്കും മിൻ ഗൈരി സമനിൻ, ഒരു വിലയും ഇല്ലാതെ ഞാൻ നിങ്ങൾക്ക് ഇത് തരാൻ പോവാ, ആർക്കാ നിങ്ങളുടെ കൂട്ടത്തിൽ ഇതിനെ വേണ്ടത്? അപ്പോൾ അവരുടെ മറുപടി എന്താണെന്നറിയോ? അവരുടെ മറുപടി, നബിയെ ഇതിന് ജീവനുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇതിനെ വേണ്ട, കാരണം ഇതിൻ്റെ ഐബാണ്, ഇതിൻ്റെ ന്യൂനതയാണ്, ഇതിൻ്റെ ചെവി ചെറുതായി പോയി എന്നുള്ളത്. ഇത് ജദിയ അസക്കാണ് എന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ന്യൂനതയാണ് നബിയെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ വേണ്ട റസൂലേ എന്ന് പറയുമ്പോൾ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് വിടർന്ന പാൽപുഞ്ചിരിയുടെ തുടർച്ചയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ മാർക്കറ്റിൽ ജീവിതമന്വേഷിച്ചു വന്ന മനുഷ്യരെ സാക്ഷി നിർത്തി. മദീനയിലെ മാർക്കറ്റിൽ ഉണക്കക്കാരൊക്കെ വിൽക്കുന്ന അവരാണ് ഏറ്റവും വലിയ കച്ചവടക്കാർ. ആ കച്ചവടക്കാരെ സാക്ഷി നിർത്തി ചരിത്രത്തിലെ ബില്യൺസിൻ്റെയും സാമ്പത്തിക ആസ്തിയുള്ള വരവും പോക്കുമുള്ള മനുഷ്യർ മുതൽക്ക് ഇവിടുത്തെ നിയോൺ ബൾബുകൾ കെടുന്ന അങ്ങാടിയിലെ കീറച്ചാക്കുകളിൽ ഉറങ്ങുന്ന പാവപ്പെട്ട തമിഴ് പെൺകുട്ടി വരെയുള്ളവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിഞ്ഞാറിലെ സൂര്യോദയം നാൾ വരെ അന്ത്യദിനം വരെയുള്ള മനുഷ്യർക്ക് വേണ്ടി ഒരു മെസ്സേജ് അവിടെ പ്രഖ്യാപിക്കുകയാണ്, പ്രവാചകൻ കൈമാറുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ചിരിച്ചിട്ട് പറഞ്ഞു, എങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, വല്ലാഹി ലദ്ദുന്യ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും, അള്ളാഹിൻ്റെ അടുത്ത് ദുനിയാവിൻ്റെ വില ഈ ആടിൻ്റെ വിലയേക്കാൾ ചെറുതാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് ദുനിയാവിൻ്റെ വില ഈ ആടിൻ്റെ വിലയേക്കാളും ചെറുതാണ്. ഈ മാർക്കറ്റിൽ വന്ന് രാവിലെ നിങ്ങൾ വരുന്നു, വൈകുന്നേരം വരെ നിങ്ങൾ അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു, റിസ്ക് എടുക്കുന്നു, അങ്ങനെ നിങ്ങൾ ദുനിയാവ് ഉണ്ടാക്കുന്നു, ദീനാറും ദിർഹമും ഒക്കെ ഉണ്ടാക്കുന്നു. എങ്കിൽ ഉണ്ടാക്കുന്ന ആ ദീനാറിൻ്റെ ആ ദിർഹമിൻ്റെ വില എന്താ? അത് ഞാൻ നിങ്ങളോട് പറയാണ്, അത് ഈ ആടിനേക്കാളും ചെറിയ വിലയാണ്. ഇതൊരു തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവ് കൃത്യമായിട്ട് കിട്ടിയ ഒരാൾക്ക് സുഹൃത്തുക്കളെ, അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അതിൻ്റെ എല്ലാ മുന്നിൽ സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒക്കെ
പതിഞ്ഞൊരു ചിരിയോടുകൂടെ, നിറയുന്ന കണ്ണുകളോടുകൂടെ, ഒന്ന് സന്തോഷത്തിൻ്റെ കണ്ണുനീർ, മറ്റൊരു ഘട്ടത്തിൽ ദുഃഖത്തിൻ്റെ കണ്ണുനീർ, അയാൾ മെല്ലെ തലയും താഴ്ത്തി ഈ സാമൂഹിക മധ്യത്തിൽ സ്വസ്ഥമായി ജീവിക്കും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ജോലിക്ക് പോണ്ട, നല്ല ജോലി അന്വേഷിക്കണ്ട, അതല്ലെങ്കിൽ ഒരു ആത്മീയ ജീവിതം മാത്രം നയിച്ചാൽ മതി എന്നൊക്കെയാണോ? അങ്ങനെയല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കാരണം ദുനിയാവിൻ്റെ വില ഈ ചത്ത ആടിൻ്റെ വിലയെക്കാളും ചെറുതാണ് എന്ന് പഠിപ്പിച്ച അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടേക്ക് ഇടപെട്ടു? തൻ്റെ 8-9 ഭാര്യമാരുടെ കുടുംബജീവിതത്തിൽ ഭംഗിയായി മനോഹരമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, അല്ലേ? വിറക് കീറിക്കൊടുത്തിട്ടുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കോരിക്കൊടുത്തിട്ടുണ്ട്, ഭാര്യയുടെ മടിയിൽ കിടന്ന് ചീർപ്പെടുത്ത് ചീകിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു നോക്കിയാൽ ആ പ്രവാചകന് അദ്ദേഹത്തിൻ്റെ ടൈം സേവ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമുക്കുള്ള അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് എന്തെല്ലാം സംവിധാനമുണ്ട്. വാഹനം ടൈം സേവ് ചെയ്യണ ഏറ്റവും നല്ലൊരു സംഗതിയാണ്. റോഡ് അതിലേറെ നല്ലൊരു സംഗതിയാണ്, അല്ലേ? അതല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഫോണ്, മെയില്, അതല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ, ഗൂഗിൾ എന്ന സെർച്ച് എഞ്ചിൻ, ഓരോ രംഗത്തെടുത്തങ്ങൾ, വാഷിംഗ് മെഷീൻ, പ്രഷർ കുക്കർ, ഏതെടുത്തോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതൊന്നുമില്ല. പക്ഷേ എല്ലാ രംഗത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിറഞ്ഞു നിന്നിട്ടുണ്ട്. തൻ്റെ മകൾ ഫാത്തിമ ബീവിക്ക് 2 കുട്ടികളുണ്ടായിട്ട് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളുണ്ടായ ഫാത്തിമ ബീവിയെ റളിയല്ലാഹു അൻഹയെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകാര്യം ചെയ്ത രീതി നോക്കൂ നിങ്ങൾ. നബിയുടെ മുറിയിൽ നിന്നും ഒട്ടകത്തിൻ്റെ എന്താ പറയുക, ഈത്തപ്പനയുടെ പട്ടകൾ കൊണ്ടുണ്ടാക്കിയ ആ ജനവാതിലൊന്നിങ്ങനെ തുറന്നു നോക്കിയാൽ നേരെ ഫാത്തിമ ബീവിൻ്റെ റൂമിലേക്കൊരു കൊച്ചു കിളിവാതിൽ. അതിലൂടെ സ്വന്തം മോളോട് കിഞ്ചന വർത്തമാനങ്ങൾ പറഞ്ഞിരുന്ന ആ മകളെ കൊഞ്ചി കുഴഞ്ഞ രീതിയിൽ അവരോട് ഇടപെട്ടിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറഞ്ഞാൽ ആത്മീയ ആചാര്യനായി ഒരു തസ്ബീഹ് മാലയും പിടിച്ച് ഒരു മൂലയ്ക്ക് എല്ലാം ഒഴിവാക്കിയിരുന്ന ആളല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ദുനിയാവിനെ പറ്റി പറഞ്ഞപ്പോഴും ഇതിലൊക്കെ ഇടപെട്ടു. വേണ്ട, നോക്കൂ നിങ്ങൾ, പേരക്കുട്ടികളെ തോളിലിരുത്തി ആനക്കളി കളിച്ച് മദീനയിലെ മണൽത്തരികളിൽ മുട്ടുകുത്തി നീങ്ങിയ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാണാത്ത ചിത്രം കൽബിലേക്ക് ഹദീസിന്റെ വരികളിൽ, ചരിത്രത്തിന്റെ വരികൾ നമുക്ക് കൊണ്ടുവന്നിരുന്നുണ്ട്. സ്വന്തം പേരക്കുട്ടികളെ തോളിലിരുത്തി. അപ്പോൾ ഒരാൾ പറഞ്ഞു, നല്ല വാഹനാണല്ലോ, നിഅമൽ മർക്കബ്, എന്ത് നല്ല വാഹനാണ് കാഴ്ചക്കാരൻ. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, എന്ത് നല്ല റാക്കിബാണ്. വാഹനത്തിന്റെ മേലെ യാത്ര ചെയ്യുന്ന ആൾ എന്ത് നല്ല റാക്കിബാണ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പ്രവാചകൻ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുകയാണ്. എൻ്റെ മോൻ നല്ല കുട്ടിയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ നമ്മളെ ഭാഷയിൽ പറഞ്ഞുള്ള മലയാളം. മനസ്സിലായില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ രീതിയിൽ എല്ലായിടത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും നടന്നു നീങ്ങുന്ന വഴിയിലെ ഉറുമ്പുകളുടെ വരി കണ്ടിട്ട് ആ ഉറുമ്പുകളുടെ വഴിക്കരികിൽ പട്ടാളക്കാരനെ നിർത്തി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവര് വറ്റെടുത്ത് ഗോതമ്പിന്റെ കഷ്ണങ്ങൾ നുറുക്കി അവരവരുടെ കേന്ദ്രത്തിലേക്ക് കടത്തുന്ന രംഗം കണ്ടപ്പോൾ അത് നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന പ്രവാചകന്റെ തെളിഞ്ഞ മുഖം നോക്കൂ നിങ്ങൾ. ജീവിതത്തിലെ ഭാണ്ഡങ്ങളുടെയും ഭാരങ്ങളുടെയും മധ്യത്തിലൂടെ നടന്നു നീങ്ങുന്നൊരു വലിയ മനുഷ്യൻ, മരുഭൂമിയിലെ മണൽത്തരികളിലൂടെ നീങ്ങുന്ന ചുമട്ട് തൊഴിലാളികളായ ഉറുമ്പ് വിഭാഗത്തിന്റെ ഗോതമ്പിന്റെ കഷ്ണങ്ങൾ അവരുടെ കൊക്കിലൊതുക്കി മുന്നോട്ട് പോകുന്ന അവരെ കണ്ടപ്പോൾ ഉള്ളിൽ ഒരു നിറപ്പുഞ്ചിരി, ആ ഭക്ഷണം കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച ഓർമ്മകൾ, ചിന്തകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലുണ്ടാകണേ. എന്നിട്ട് അത് അവിടെ ഒരാളേതാ ഇവരുടെ സഫ് കേടാക്കാതെ നോക്കിക്കോ എന്നാണ്. അത്തരം കാര്യത്തിൽ പോലെ ഇടപെട്ടിട്ടുണ്ട്. ഭരണകർത്താവ് എന്ന നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, സ്റ്റീറോയിഡും പെയിൻ കില്ലറും ഇല്ലാത്ത കാലത്ത് രോഗികളായ ആളുകളുടെ അരികിൽ പോയി അവർക്ക് ആശ്വാസം പകർന്നിട്ടുണ്ട്. ഭരണകാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. എല്ലാ രംഗത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞാൻ പറഞ്ഞ വാചകങ്ങൾ ശരിക്ക് കേൾക്കുക. എല്ലാ രംഗത്തും ഉണ്ടായിക്കൊണ്ടു തന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, തൃപ്തിപ്പെട്ട ഒരു ജീവിതമാണ് ഒരു മുസ്ലിമിന്റെ അടുത്ത് നിന്ന് ഉണ്ടാകേണ്ടതെന്ന് അതിന്റെ അർത്ഥം. എല്ലാ രംഗത്തും ഉണ്ടായിക്കൊണ്ട് എല്ലാ രംഗത്തും തന്റെ ദൗത്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഒരു മുസ്ലിം ആകാൻ പറ്റും, അല്ലേ? അയാളൊരു പൈലറ്റാണ്, അയാൾക്ക് അള്ളാഹുവിന് ഏറ്റവും തൃപ്തിപ്പെട്ട ഒരു പൈലറ്റ് ആകാൻ പറ്റും. അയാളൊരു ഡോക്ടറാണ്, അയാൾക്ക് അള്ളാഹുവിന് ഏറ്റവും തൃപ്തിപ്പെട്ട ഒരു ഡോക്ടർ ആകാൻ പറ്റും. അയാളൊരു ബിസിനസ്മാനാണ്, അയാൾക്ക് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട, അവൻ ഏറ്റവും തൃപ്തിപ്പെട്ട ഒരു ബിസിനസ്മാൻ ആകാൻ പറ്റും. അവനൊരു വിദ്യാർത്ഥിയാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥിയാകാൻ പറ്റും. അതിനെന്ത് വേണം? ദുനിയാവിന്റെ വിലയും
പരലോകത്തിൻ്റെ വിലയും നിർവചിക്കാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് രണ്ടിൻ്റെയും ഇടയിൽ ഒരു വര നമ്മൾ വരക്കണം. ആ വര ഇങ്ങോട്ട് വരക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുക നിങ്ങൾ? വര വരക്കുന്നത് വരെ അയാളുടെ അവസ്ഥ എന്തായിരിക്കും എന്നറിയോ? അത് വരച്ച് കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. വെന്റിലേഷൻ ഒന്നുമില്ലാത്ത, ലൈറ്റ് ഇല്ലാത്തൊരു റൂമിൽ നിങ്ങൾ കൊണ്ടുപോയിട്ടു മണിക്കൂറുകൾ ആ റൂമിൻ്റെ ഉള്ളിൽ വെന്റിലേഷൻ ഇല്ല, ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ പുഴുങ്ങാണ് അയാൾ. പെട്ടെന്ന് അയാളെ വിളിച്ചിട്ട് നല്ല AC ഉള്ള എയർ കണ്ടീഷൻ ചെയ്ത നന്നായി ഫർണിഷ്ഡായ ഒരു റൂമിലേക്കാക്കി. അയാൾ അനുഭവിക്കുന്ന വ്യത്യാസം എത്രയായിരിക്കും? അതാണ് ദീൻ അതിൻ്റെ പരിപൂർണതയിലും തെളിച്ചത്തിലും വെളിച്ചത്തിലും നന്മയിലും ഹൃദയത്തിലേക്ക് കയറിയ ഒരാളും അല്ലാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസം. അതെപ്പോഴേ മനസ്സിലാവുള്ളൂ? ബിരിയാണിൻ്റെ ടേസ്റ്റ് എപ്പോഴേ മനസ്സിലാവുള്ളൂ? ബിരിയാണി കഴിക്കുമ്പോൾ അല്ലേ? ബിരിയാണി കഴിക്കുമ്പോഴേ ബിരിയാണിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. ഫ്ലൈറ്റ് യാത്രൻ്റെ അനുഭവം എപ്പോഴേ കിട്ടുള്ളൂ? ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ. സമുദ്രത്തിൻ്റെ അടിയിലെ കാഴ്ചകൾ എപ്പോഴേ കാണുള്ളൂ? സമുദ്രത്തിൻ്റെ അടിയിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലുമ്പോൾ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ശൈത്താന്റെ പാതയെ പിന്തുടരരുത്. അവിടെ കാണുന്നതാണ് ഏറ്റവും വലിയ വർണ്ണഭംഗികൾ എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് പ്രവേശിച്ചോളൂ. ആ പൂർണ്ണമായ പ്രവേശനം നമുക്ക് നൽകുന്ന ഒരിക്കലും നിർവചിക്കാൻ കഴിയാത്ത ആനന്ദങ്ങളും ആസ്വാദനങ്ങളുമുണ്ട്. നോക്കൂ, നിങ്ങൾ ഒരാൾ ഇഷ്ടം പോലെ ക്യാഷ് സമ്പാദിച്ചോട്ടെ, ഒരാൾക്ക് കോടികളുടെ ബാങ്ക് ബാലൻസ് ഉണ്ടായിക്കോട്ടെ, അതിനൊരു കുഴപ്പമില്ല, എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. പക്ഷേ അയാളുടെ ക്യാഷിൽ പലിശ ഉണ്ടാകരുത്. അതാണ് പരലോകത്തിൻ്റെയും ദുനിയാവിൻ്റെ ഇടയിലുള്ള വര എന്ന് പറഞ്ഞാൽ. അയാൾ കടം വാങ്ങരുത്, വീട്ടാൻ സാധിക്കാത്ത കടം. അയാൾ കടം വാങ്ങുമ്പോൾ അയാൾ ആലോചിക്കും, അയാൾ ദീനീയായ ബോധമുള്ള ഒരാളാണെങ്കിൽ അയാൾ കടം വാങ്ങുമ്പോൾ ആലോചിക്കും, നാളെ 8 മണിക്ക് ഞാൻ മരിച്ചാൽ പടച്ചോനെ ഈ പൈസ വീട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്തൊക്കെ നന്മ ചെയ്തിട്ടും കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്ഥിതി എന്തായിരിക്കും? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്ഥിതി അള്ളാഹു എൻ്റെ അമൽ സ്വീകരിക്കൂല, ഞാൻ രക്തസാക്ഷിയാണെങ്കിൽ പോലും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടവെട്ടി മരിച്ച ഒരാളാണെങ്കിൽ പോലും അള്ളാഹു അവൻ്റെ കർമ്മങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാകും. സിം കാർഡ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണമല്ലോ. ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണവരെ സിം കാർഡ് ആക്ടിവേഷൻ ഇല്ല എന്ന് പറയുന്ന പോലെ കടബാധ്യതയുള്ള ഒരാൾ ലോകത്ത് 10,000 അനാഥകളെ ഏറ്റെടുത്തവനാണെങ്കിലും അള്ളാഹു അവൻ്റെ കാര്യത്തിൽ അവൻ്റെ ആത്മാവിന് അതിൻ്റെ ഗുണം ലഭിക്കുകയില്ല എന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഇപ്പം ചൂതാട്ടം, പലിശ, ഇതൊന്നുമില്ലാതെ കോടികൾ ഉണ്ടാക്കിക്കോട്ടെ, 10,000 ട്രക്കറിൽ കൊണ്ടുപോകാൻ മാത്രം നോട്ടുകെട്ട് അയാളുടെ കയ്യിൽ ഉണ്ടായിക്കോട്ടെ, തെറ്റൊന്നുമല്ല. അയാൾക്ക് പാവങ്ങളെ കാണുമ്പോൾ കണ്ണു തുറക്കാൻ കഴിയണം, അല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ദീനീ രംഗത്ത് നിലനിൽക്കുന്ന ഒരാൾക്ക് ഏത് രംഗത്തും നിലനിൽക്കാൻ പറ്റും. എങ്ങനെ? അതിൻ്റെ എല്ലാ നന്മകളും അറിഞ്ഞുകൊണ്ടും ഉൾക്കൊണ്ടുകൊണ്ടും ഒക്കെ. നോക്കൂ, നിങ്ങൾ ഒരാൾക്ക് നല്ല വീട് വെക്കാം, ഒരു കുഴപ്പമില്ല, പക്ഷേ അതിൽ പലിശപ്പണം ഉണ്ടാകരുത്. ആ വീടിൻ്റെ പേരിൽ കടക്കെടിയിൽ കുടുങ്ങരുത്. അപ്പുറത്തെ വീട്ടിൽ, ചോർന്നൊലിക്കുന്ന വീട്ടിൽ ടാർപോളിൻ പോലും കെട്ടാനില്ലാതെ അന്തിയുറങ്ങുന്ന സ്വന്തം കുഞ്ഞിൻ്റെ തൊട്ടിലിൽ മഴവെള്ളം വീഴുന്നത് പേടിച്ചിട്ട് ആ തൊട്ടിലിന് കൊടയും ചൂടി രാത്രി മുഴുവൻ ചെലവഴിക്കുന്ന, എക്സാജറേറ്റ് ചെയ്യാന്ന് നിങ്ങൾ വിചാരിക്കണ്ട, അത്തരം ദുരന്തങ്ങളിലൂടെ ജീവിക്കുന്ന ഒരാളുടെ വീട് കാണുമ്പോൾ ഉള്ളിൽ ഒരു വേദന വേണം. ചെന്ന് അവരോട് സംസാരിക്കണം. ഒരു 500 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണെങ്കിലും അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കാനുള്ളൊരു മനസ്സയക്ക് വേണം. അവിടെ നല്ല വീടുണ്ടായിക്കോട്ടെ, എന്താ കുഴപ്പം? അപ്പം ഞാൻ പറഞ്ഞത്, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മെല്ലെ നടന്നു വരേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അബാദർ യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. അബൂദർറെ, 5 കാര്യങ്ങൾക്ക് മുമ്പ് നീ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 5 കാര്യങ്ങൾക്ക് മുമ്പ് നീ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏതൊക്കെ 5 കാര്യങ്ങൾ? ഒന്ന്, ശബാബക ഖബ്ല ഹറമിക. നിന്റെ യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തണം. നീ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ്. നിന്റെ യുവത്വത്തിൽ നീ ഒരുപാട് ഓടി, നിന്റെ യുവത്വത്തിൽ നീ ഒരുപാട് വിയർത്തു, നിന്റെ യുവത്വത്തിൽ നീ ഒരുപാട് അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, പണിയെടുത്തു, ഒക്കെ ചെയ്തു. പക്ഷെ അതിലൊന്നും അല്ലല്ല, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ല, ദീനില്ല. അവസാനം വാർദ്ധക്യത്തിലെത്തി ചാരുകസേരയിൽ ചാരിയിരിക്കുമ്പോൾ പള്ളിയിലേക്കൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരു മോഹം. അതല്ലെങ്കിൽ ഏതോ ഒരു മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെ ശീതീകരിച്ച ഓങ്കോളജി വാർഡിൽ
കയ്യിൽ മരുന്ന് തുള്ളി ഇരച്ച് കയറുന്ന നേരത്ത് മനസ്സിലൊരു മോഹം, എനിക്ക് നല്ലൊരു ദീനി ചിട്ടുള്ള ആളായി മാറാൻ പറ്റിയെങ്കിൽ അവിടേക്ക് നീ നീട്ടി വെക്കണ്ട എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് യുവത്വത്തെ ഞാൻ എന്തിനുപയോഗിക്കുന്നു? എൻ്റെ ടൈമിനെ ഞാൻ എന്തിനുപയോഗിക്കുന്നു? എൻ്റെ ടൈമിൽ എത്ര ടൈം ഞാൻ അള്ളാഹുവിന് കൊടുക്കുന്നു? അല്ലെങ്കിൽ എൻ്റെ ടൈമിൽ എത്ര ടൈം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു? എൻ്റെ ടൈമിൽ എത്ര ടൈം ഞാൻ സേവ് ചെയ്യുന്നു? എങ്ങോട്ട്? പരലോകത്തേക്ക്, ഖബറിലേക്ക് എന്നത് അബൂദർറെ നീ ചിന്തിച്ചോ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നോക്കുങ്ങള്, രണ്ടാമത്തെ ഉപദേശം എന്താ? വസിഹതക ഖബല സഖമിക. നീ രോഗിയാകുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യം നീ ശ്രദ്ധിച്ചോ എന്നാണ്. അല്ലേ? ഇപ്പൊ രോഗമൊന്നുമില്ല, നല്ല ആരോഗ്യവാനാണ്. അപ്പോ നന്മകൾക്ക് പോകാനും നന്മകളിൽ പങ്കെടുക്കാനും നന്മയുടെ ആളാകാനും ഒക്കെ നീ ശ്രമിച്ചോ. പള്ളിയിൽ ജമാഅത്തിനെത്തിക്കോ, സുന്നത്ത് നോമ്പുകൾ എടുത്തോ, ദഅ്വാ പ്രബോധന രംഗത്തുണ്ടായിക്കോ. ലോകത്തെമ്പാടും ഇസ്ലാമിക സമൂഹത്തിന് നേരെ വെല്ലുവിളികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങളൊക്കെ ഉയരുമ്പോൾ എൻ്റെ ഷോപ്പിലെ ക്യാഷിൽ ഞാൻ തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ അക്കൗണ്ട്സ് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴും 24 മണിക്കൂർ ഞാൻ അതിൻ്റെ മുമ്പിലുള്ളെങ്കിൽ വലിയ പ്രശ്നമാണ്. എൻ്റെ ഓഫീസിൽ ഭയങ്കര പ്രശ്നമാണ്, എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, ഭാര്യ വീട്ടിൽ തനിച്ചാണ് എന്ന് വിചാരിച്ച് നിൽക്കണ്ട. നീ എന്ത് ചെയ്തോ? നിൻ്റെതായ റോളും നിൻ്റെതായ ഉത്തരവാദിത്വം നിർവഹിച്ചോ. രോഗിയാകാൻ എത്ര പണിയുണ്ടോ സുഹൃത്തുക്കളെ? എൻ്റെ ഒരു സഹോദരൻ, എൻ്റെ ഒരു സുഹൃത്ത്, അള്ളാഹു അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കണ്ടാലൊരു കുഴപ്പമില്ല, പക്ഷേ ഒരു സൂചിമനയുടെ അത്ര ദ്വാരം വീണാൽ ബ്ലഡ് എങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. എന്തോ ഹീമോഫീലിയ എന്ന മറ്റാണ് തോന്നുന്നത് ആ രോഗത്തിൻ്റെ പേര്, അത്ര കൃത്യമല്ല ഞാൻ പറയണത്. ഈ ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. പിന്നെ അത് സ്റ്റോപ്പ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ 12,000 രൂപയുടെ ഇഞ്ചക്ഷൻ അടിക്കണം. അതല്ലെങ്കിൽ ആ ലെവലിലുള്ള ഒരു ഇഞ്ചക്ഷൻ അയാൾ അടിക്കണം. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. 32 വയസ്സ് വരെ അയാൾക്കൊരു കുഴപ്പമില്ല. നമ്മളെപ്പോലെ ബസ്സിൽ യാത്ര ചെയ്തും ഓടിയും ചാടിയും ഒക്കെ നടന്നു ഇടപെട്ട ആളാണ്. പെട്ടെന്നൊരു ദിവസം ഒരു പനി വന്നു, ശാരീരിക പ്രയാസങ്ങൾ വന്നു, വീണപ്പോൾ മുറിവ് വന്നു, ബ്ലഡ് നിൽക്കാത്ത അവസ്ഥ വന്നു. ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ബ്ലഡ് കോട്ടാകാനുള്ള കണ്ടന്റ് നിങ്ങളുടെ രക്തത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അപ്പം നമ്മൾ അത്ര നിസ്സാരന്മാരാണ്. ശരീരത്തിലെ മൊത്തം ശരീരം ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നിട്ടൊന്നും വേണ്ട. ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ അത് തലക്കുമേലെ വീണ് തകർന്നിട്ടൊന്നും വേണ്ട നമ്മൾ ഒന്നും അല്ലാത്തൊരു വേസ്റ്റായി മാറാൻ. ശരീരത്തിൽ ഏതെങ്കിലും ഒരു കണ്ടന്റ് പടച്ചതമ്പുരാൻ ഈ നിമിഷം വേണ്ടാന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു കണ്ടന്റിൽ അളവ് കൂട്ടിയാൽ, അല്ലേ, ഇപ്പൊ പ്രഷർ കൂടിയെന്ന് പറയും, എന്താ കഴിഞ്ഞു, അതോടുകൂടെ തീർന്നു. അതോടുകൂടെ നമ്മൾ രോഗിയാണ്, അതോടുകൂടെ നമ്മൾ രോഗാവസ്ഥയിലേക്ക് എത്തുകയാണ്. പലപ്പോഴും ഈ പോയിന്റ് പറയുമ്പോൾ എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ ആത്മസുഹൃത്ത്, അദ്ദേഹത്തിനൊരു പ്രാർത്ഥന കിട്ടാൻ വേണ്ടി 100 കണക്കിന് വേദികളിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം രോഗിയായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയണം അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച്, മകനെക്കുറിച്ചൊക്കെ മരണമൊഴികൾ തരികയാണ് നമുക്ക്. എൻ്റെ മോനെ ഒരു മദ്യപാനിയാകാതിരുന്നാൽ മതി, അതുമാത്രമാണ് എൻ്റെ പ്രാർത്ഥന. പിന്നെ അവളെ ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഒരു അനാഥശാലയിൽ നിന്നാണ്, നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് അവൾക്കൊരു വിവാഹം വേണം. എന്താ പ്രശ്നം? അയാൾ ബ്ലഡ് ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഡോക്ടേഴ്സിന് അറിയില്ല. ബ്ലഡ് കയറ്റുന്നു, ബ്ലഡ് ഛർദ്ദിക്കുന്നു. എന്തു പറ്റി? അവസാനം രോഗം കണ്ടെത്തി. അയാളുടെ തലയെയും ഹൃദയത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു ഞരമ്പ് അതങ്ങനെ വളരുന്നു, അത് പൊട്ടുന്നു. അപ്പം നമ്മളെ മൂക്ക് അങ്ങനെ വളരുമെന്ന് വിചാരിച്ചു നിങ്ങൾ, അല്ലെ വിരലിങ്ങനെ നീണ്ടു പോവുകയാണ്. എന്ത് ചെയ്യും? നമ്മളെ നിയന്ത്രണത്തിൽപ്പെട്ടല്ല. ഈ ഞരമ്പ് ഇങ്ങനെ, ഇത് 1000-ൽ ഒരാൾക്ക് വരുന്ന രോഗമാണ്. 1000-ൽ ഒരാൾക്ക് വരുന്ന രോഗങ്ങൾ നമുക്കിടയിൽ ഉണ്ട് എന്ന് മറക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. 1000-ൽ ഒരാൾക്ക് വരുന്ന രോഗം, ആ ഞരമ്പ് അയാൾക്ക് മാത്രമല്ല, എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ട്. ആജാതി പല ഞരമ്പും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മെസ്സേജിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. നിനക്ക് രോഗം വരുന്നതിൻ്റെ മുമ്പ് നിന്റെ ആരോഗ്യത്തിൻ്റെ കാര്യം നീ ശ്രദ്ധിച്ചോ, അല്ലേ? എൻ്റെ ഒരു സഹോദരൻ, അദ്ദേഹം മരണപ്പെട്ടു, അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം മുഖം അടിച്ചങ്ങോട്ട് വീണു. തലചുറ്റിലായിരിക്കും എന്ന് വിചാരിച്ചു. ഡോക്ടർ അത്യാവശ്യം മരുന്നൊക്കെ എഴുതി കൊടുത്തു. പലവരും ഇത് സംഭവിച്ചു. പിന്നെ അവനെ കാണുമ്പോഴൊക്കെ ചുണ്ടു പൊട്ടിയും നെറ്റി പൊട്ടിയും മൂക്ക് പൊട്ടിയൊക്കെയാണ് പലപ്പോഴും കണ്ടത്. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, അവൻ്റെ മസിൽസിൻ്റെ പവർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ എണീപ്പിച്ച് നിർത്തുന്നത് അവൻ്റെ മസിൽസാണ്.
അതിൻ്റെ പവർ നഷ്ടപ്പെട്ട് അവൻ മരണത്തിന് കീഴൊതുങ്ങുകയാണ്. ഇനിയൊരു തിരിച്ചുവരവില്ല. മനസ്സിലായില്ലേ? ഒരു രോഗത്തിന് അടിപ്പെട്ട എൻ്റെ സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ വാചകം എനിക്കറിയാം. വേറൊന്നും എനിക്ക് ദുഃഖമല്ല, ഞാൻ വീട്ടിലിരുന്നാൽ മതി, സാമ്പത്തികമായിട്ട് എൻ്റെ ബ്രദേഴ്സ് എൻ്റെ കാര്യം ശ്രദ്ധിക്കും. പക്ഷേ എൻ്റെ പെണ്ണ്, അവൾ ചെറുപ്രായക്കാരിയാണ്. അവളുമായുള്ള ശാരീരിക ബന്ധത്തിലെ അവസാനത്തെ നിമിഷങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരാൾ എൻ്റെ കഴുത്തിൽ കത്തിയെടുത്ത് അറുക്കുന്നത് പോലെയാണ്. ലോകത്തെ ഏറ്റവും വലിയ ആസ്വാദനത്തിൻ്റെ നിമിഷങ്ങളെ ലോകത്തെ ഏറ്റവും വലിയ വേദനയുടെ നിമിഷങ്ങളാക്കി മാറ്റുന്ന രോഗങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്നത് നമ്മുടെ ആഹ്ലാദങ്ങൾക്കിടയിലും നമ്മുടെ കൂട്ടുകെട്ടുകൾക്കിടയിലും വട്ടം കൂടിയിരുന്നുള്ള ഫ്രണ്ട്സുമായുള്ള ഡീലിങ്സുകൾക്കിടയിലും നമ്മുടെ കച്ചവട സ്ഥാപനത്തിലെ കച്ചവടം ഉറപ്പിക്കുന്നിടത്തും വിലയിൽ അമിത വില നിശ്ചയിക്കുന്നിടത്തും പലിശക്കെടുക്കുന്നിടത്തും നമ്മൾ പലരെയും ചതിക്കുന്നിടത്തും പള്ളികളിൽ നമ്മൾ എത്താത്തിടത്തും ദീനീ സംരംഭങ്ങളുമായി സഹകരിക്കാത്തിടത്തും നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. എന്താ, ഒരു പുരുഷന്റെ ജീവിതത്തിൽ, ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആസ്വാദനം എന്താ? സ്വന്തം ഭാര്യയായിട്ടുള്ള ഇന്റർകോഴ്സസിന്റെ അവസാനത്തെ മിനിറ്റുകളാണ്. ആ അവസാനത്തെ മിനിറ്റുകൾ ലോകത്തെ ഏറ്റവും വലിയ വേദനയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അതൊന്ന് മാറി കിട്ടിയാൽ മതി, വേറൊന്നും പ്രശ്നമല്ല. കാരണം അവൾ ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് അവളുടേതായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കണ സുഹൃത്തുക്കളെ, നമ്മളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. നമ്മളാണെങ്കിൽ എന്നൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കത്തിലേ ഉള്ളൂ, അബൂദറിനെ അടുത്തു വിളിച്ച് മുത്ത് റസൂലുള്ളാഹി പറഞ്ഞ ഉപദേശങ്ങളിലെ ഏറ്റവും ശക്തവും അതിലേറെ തീവ്രവുമായ ഉപദേശമാണിത്. നീ നിന്റെ ആരോഗ്യത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക, നീ രോഗിയാകുന്നതിൻ്റെ മുമ്പ്. ഇനി അടുത്ത ഉപദേശം എന്താ? വഗിനാക ഖബ്ല ഫഖരിക. നിന്റെ അടുത്ത് പൈസ ഉണ്ട്, എന്തെങ്കിലും ഒരു നന്മക്ക് ചോദിച്ചാൽ എടുത്തു കൊടുക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോഴേക്ക് വീട് പല ജാതി കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. അള്ളാഹുവിൻ്റെ ഖജനാവ് എന്ന് പടച്ചോൻ തന്നത് വാങ്ങി വെച്ചതാ നീ. അള്ളാഹിൻ്റെ ഖജനാവ് വിശാലാണ്, അള്ളാഹിൻ്റെ ഖജനാവ് വിശാലാണ്. അവിടുന്ന് തന്നത് വാങ്ങി വെച്ചതാണ്. നിന്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച പലരും ഇപ്പോൾ നാട്ടിലെ റിക്ഷാ സ്റ്റാൻഡിൽ ഡ്രൈവറാണ്, വേറെ പലരും ചുമട്ടുതൊഴിലാളികളാണ്, വേറെ പലരും ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുകയാണ്. നിന്റെ നാട്ടിലുള്ള പലരും അവർ തെരുവിൽ തെണ്ടുന്നത് നീ കാണുന്നുണ്ട്. അങ്ങനെയൊന്നും ആക്കിയില്ല, നിന്റെ കയ്യിൽ പൈസ വന്നു, ക്യാഷ് വന്നു. ആ ക്യാഷ് നന്മക്ക് ചോദിക്കുമ്പോൾ നിനക്കൊരു അഹന്തയാണ് അല്ലേ? അല്ലെങ്കിൽ പണത്തിൻ്റെ മോടിക്കു മുകളിൽ നിന്നുകൊണ്ട് നീ നിന്റെ പ്രൗഢി പ്രകടിപ്പിക്കുകയാണ്. നിനക്ക് എല്ലാവരോടും പുച്ഛമാണ്, നിനക്കെല്ലാവരോടും വിരോധമാണ്, നിന്നെ പരിഗണിച്ചില്ലെന്ന പരാതിയാണ്. നീ കൊടുക്കുന്നത് അംഗീകാരത്തിന് വേണ്ടിയാണ്, പത്രത്തിൽ ഫോട്ടോ വരാൻ വേണ്ടിയാണ്. എങ്കിലോർത്തോ നിന്റെ ദാരിദ്ര്യം നിന്നെ തേടി വരുന്നതിൻ്റെ മുമ്പ് നിന്റെ കയ്യിലെ പൈസ എടുത്തു കൊടുത്തോ എന്ന് പറഞ്ഞാൽ വേഗം മനസ്സിലാക്കാൻ പറഞ്ഞാൽ 4 ഇഞ്ചക്ഷൻ്റെ പൈസ ചിലപ്പോൾ നമ്മുടെ അടുത്തുണ്ടാവില്ല. ഇത്ര സിമ്പിളാണ്. ഒരു സുഹൃത്ത് എന്നെ വിളിക്കണം രാവിലെ 4 മണിക്ക്. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീടും പറമ്പും ഒന്ന് കച്ചവടമാക്കാൻ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട്, നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് സാമ്പത്തികമൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, ആരോടെങ്കിലും ഒന്ന് സംസാരിച്ച് ഒന്നുകിൽ എൻ്റെ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വിലക്ക് തുല്യമായൊരു സംഖ്യ തരിക, അല്ലെങ്കിൽ അവരോടൊന്ന് വാങ്ങാൻ പറയാൻ പറ്റുമോ? എന്താടാ? അപ്പോൾ പിന്നെ അയാൾ വിങ്ങിപ്പൊട്ടി കരയാണ്. എൻ്റെ കുട്ടി ജനിച്ചു, ഒരു 2-3 ഇഞ്ചക്ഷൻ കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ അവൻ ജീവിക്കൂല. അപ്പോൾ നമ്മൾ അവനോട് പറഞ്ഞു, നിൻ്റെ കുട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ നിൻ്റെ വീടും പറമ്പും വിറ്റിട്ടൊന്നും വേണ്ട, ഒരു പ്രശ്നമല്ല, ഇഞ്ചക്ഷൻ കൊടുക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തോ, ഒക്കെ റെഡിയാവുമെന്ന് പറഞ്ഞു. ഒരു 2-3 ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു, അവർക്ക് ഒരിക്കലും അറിയാത്ത ആ സുഹൃത്തിൻ്റെ വിഷയത്തിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു. ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ മൊത്തം ഏറ്റെടുക്കാൻ ഒരു സുഹൃത്ത് അങ്ങോട്ട് തയ്യാറാകുകയാണ്. മൊത്തത് കേട്ടപ്പോൾ അയാൾക്ക് അത്ര ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ 1/3 ഭാഗങ്ങൾ തന്നാൽ മതി എന്ന് പറഞ്ഞ് വേറെ 2 ആളുകൾ വിളിച്ച് ആ വിഷയം നമ്മൾ മാനേജ് ചെയ്തു. ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ ഒരു 10 ഇഞ്ചക്ഷൻ അടിക്കേണ്ടി വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? 12,000-ൻ്റെയും 25,000-ൻ്റെയും 35,000-ൻ്റെ ഒക്കെ ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ. എത്ര ഇഞ്ചക്ഷൻ അടിക്കാനുള്ള പൈസ ഉണ്ടാകും? ഇപ്പോഴുള്ള എല്ലാ ഫേമും കച്ചവടവും വരുമാനമൊക്കെ വെച്ചിട്ട് ആലോചിച്ചോളൂ നിങ്ങൾ. എത്ര ഇഞ്ചക്ഷൻ അടിക്കാനുള്ള പൈസ നമ്മളൊക്കെ കയ്യിലുണ്ടാവും? കാര്യം വളരെ ക്ലിയറാണ് അല്ലേ? ആശുപത്രിയിലെ ബില്ലിംഗ് കൗണ്ടറിലെ ആ കരകര ശബ്ദം ആകാശത്തു നിന്നും താഴേക്ക് വീഴുന്ന ബോംബിനെക്കാളും ഉച്ചത്തിൽ അനുഭവിക്കുന്ന ആളുകളെ പലപ്പോഴും നമുക്കൊക്കെ നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. തുടർച്ചയായ 8 മാസമോ 10 മാസമോ ഏതെങ്കിലും ഒരു വലിയ രോഗത്തിൻ്റെ ചികിത്സയും കൊണ്ട് ആശുപത്രിയിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ബില്ലിംഗ് കൗണ്ടറിൽ നിൽക്കുമ്പോൾ
ആ ബില്ലിംഗ് കൗണ്ടറിൽ നിന്നും പുറത്തു വരുന്ന മരുന്ന് ബില്ലിൻ്റെ അക്കങ്ങൾ അതെത്രയായിരിക്കുന്ന നെടുവീർപ്പിട്ട് നിൽക്കുന്ന എത്ര സുഹൃത്തുക്കളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിസ്സാരമാണ് ഈ ജീവിതം അല്ലേ. കോട്ടയ്ക്കൽ നമുക്കൊരു കിഡ്നി ഡയാലിസിസ് സെൻ്റർ ഉണ്ട്. 40-ലധികം മെഷീനുള്ള ഒരു കിഡ്നി രോഗികൾക്ക് വേണ്ടിയുള്ള സംവിധാനം. അതുണ്ടാകാനൊരു കാരണം ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളെടുത്ത് ഒരു ലേഡി ചെന്നിട്ട് ചോദിക്കുകയാണ്, ഒരു മുസ്ലിം ലേഡി ചെന്നിട്ട് ചോദിക്കുകയാണ്, സർ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? എന്നെപ്പോലുള്ള ആളുകൾക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? ഇസ്ലാമിൽ അതിനുള്ളൊരു വകുപ്പുണ്ടോ? അവരെ ഇരുത്തി സംസാരിച്ചപ്പോൾ എന്താ വിഷയം എന്നറിയോ? നല്ല ആരോഗ്യവും യുവത്വവും സൗന്ദര്യവുമുള്ള ആ സ്ത്രീ അവരെ സങ്കടം പറയാം. എൻ്റെ ഭർത്താവിന് ഡയാലിസിസ് ചെയ്ത് ഉള്ളതൊക്കെ വിറ്റ് തൊലച്ചു, മക്കളുടെ കോഴ്സ് അടക്കം ഞങ്ങൾ അവസാനിപ്പിച്ചു. ഇപ്പോഴും ഇനി ഡയാലിസിസ് വേണം, കയ്യിൽ പൈസ അല്ല. അയൽക്കാരനായ ഒരാളോട് ക്യാഷ് ചോദിച്ചപ്പോൾ അയാൾ 1-2 തവണ തന്നു. ഇപ്പോൾ അയാൾ എൻ്റെ ശരീരമാണ് ഏറ്റവും അവസാനം ആവശ്യപ്പെട്ടത്, ഞാനവിടെ നിന്ന് ഇറങ്ങിപ്പോരായിരുന്നു എന്നാണ്. സുഹൃത്തുക്കളെ, അങ്ങനെയൊന്നും പറയുമ്പോൾ ചിലപ്പോൾ നമുക്കത് വല്ലാതെ ബാധിക്കൂല. ഞാനാണ് കിടക്കുന്നതെങ്കിൽ മറ്റൊരുത്തൻ്റെ ചില്ലുജാലകത്തിൻ്റെ അരികിൽ, ചില്ലുവാതിലിൻ്റെ അരികിൽ, പുഷെന്നും പുള്ളെന്നും എഴുതി വെച്ച ചില്ലുജാലകത്തിൻ്റെ അരികിൽ ചെന്ന് അത് മെല്ലെ തുറന്ന് തല താഴ്ത്തി ഒരു 10,000 രൂപ കടം തരുമോ എന്ന് ചോദിക്കുന്നത് എൻ്റെ പെണ്ണാണെങ്കിൽ, എൻ്റെ പെണ്ണിൻ്റെ ശരീരമാണ് അയാൾ ചോദിച്ചതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് പടച്ചോൻ്റെ റസൂൽ അബൂദറിനെ വിളിച്ച് പറഞ്ഞത്, അബൂദറേ നീ ദരിദ്രനാകണിൻ്റെ മുമ്പ് മോന് കൊടുത്തോ, വേഗം കൊടുത്ത് ഒഴിവാക്കിക്കോ കൊടുക്കാനുള്ളതൊക്കെ, സേവ് ചെയ്തോ, ഇൻവെസ്റ്റ് ചെയ്തോ. മീൻ കച്ചവടത്തിലല്ല, ഹോട്ടൽ കച്ചവടത്തിലല്ല, അല്ലെങ്കിൽ കോഴി ഫാം ബിസിനസ്സിലല്ല, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ബിസിനസ്സിൽ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ജിഹാദിൽ, ദഅവത്തിൽ, പള്ളിയിൽ, മദ്രസയിൽ, യതീം കുട്ടികളുടെ കാര്യത്തിൽ, പാവങ്ങളുടെ കാര്യത്തിൽ വേഗം ഇട്ടുകൊടുത്തോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അവിടെ പിശുക്കണ്ട. അവിടെ റെസിപ്റ്റ് ബുക്കും കൊണ്ട് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അത് ശാപമായി കാണണ്ട. അയാൾക്ക് എൻ്റെ അടുത്ത് വരാൻ തോന്നിയല്ലോ, ഇയാൾ കൊടുക്കാത്ത ആളാണെന്ന് വിചാരിച്ച് വരാൻ തോന്നിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ചിന്തിച്ചാൽ മതി എന്ന് നമ്മൾ അതിൻ്റെ ഒരു ഇന്നർ മീനിങ് നമുക്ക് വായിക്കാൻ സാധിക്കും. അടുത്തത് നീ ശുഗലിലാകണിൻ്റെ മുമ്പ്, തിരക്കിലാകണിൻ്റെ മുമ്പ് നിന്റെ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തിക്കോ. എല്ലാവരും തിരക്കിലാണ് ഇപ്പം തന്നെ, പിന്നെ എങ്ങനെ ഒഴിവ് സമയം എന്നാണ്? ഇത് തിരക്കല്ല സുഹൃത്തുക്കളെ, ഈ തിരക്കിൻ്റെ ഒരു പ്രശ്നമല്ല. എൻ്റെ ഒരു സുഹൃത്ത് കേരളത്തിലെ ഒരു നമ്പർ 1 ഓർത്തോ ഡോക്ടറാണ്. അയാളെ ക്ലിനിക്കിൽ അയാളുടെ ഹോസ്പിറ്റലിൽ നിങ്ങൾ പോയി നോക്കിയാൽ രാവിലെ 9 മണിയാകുമ്പോഴേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഏരിയ, ഒരു 10-250 മീറ്റർ നീണ്ടു നിൽക്കുന്ന വലിയ ഹാളിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടെങ്കിലും മിക്കവാറും പേഷ്യൻസ് അയാൾക്ക് വേണ്ടിയായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. ആക്സിഡൻറ്റ് കേസൊക്കെ ഏറ്റവും നന്നായി ഡീൽ ചെയ്യുന്ന ആളാണ്. കേരളത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പുതിയൊരു മൂവ്മെൻ്റ് ഉണ്ട്, ഡോർ ടു ഡോർ ദാവ. കേരളത്തിലെ 1,17,00,000 വീടുകളിൽ, ക്രിസ്ത്യൻ വീടുകളിൽ, ഹിന്ദു വീടുകളിൽ, മെജോറിറ്റി അവരാണല്ലോ, മുസ്ലിം വീടുകളിൽ, നിരീശ്വരവാദിയുടെ വീട്ടിൽ എന്ന് വേണ്ട ഇത്തരം സ്ഥലങ്ങളിലൊക്കെ കയറി ചെന്ന് അവർക്ക് അവരുടെ സീറ്റിലിരുന്ന്, അവരുടെ ഫാനിൻ്റെ ചോട്ടിലിരുന്ന് അവർ തന്ന കട്ടൻ ചായ കുടിച്ച് അവരോട് ദീനിനെ പരിചയപ്പെടുത്തുന്ന, ദീനിനെ സമർത്ഥിക്കുന്ന, ദീനിനെ ബോധ്യപ്പെടുത്തുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതിലേക്ക് ഇത്തരം ആളുകളൊക്കെ എത്താറുണ്ട് ഡോക്ടേഴ്സ്. അപ്പോൾ ഇദ്ദേഹത്തെ കാണാതിരുന്നപ്പോൾ നമ്മളൊരു മെസ്സേജ് അയച്ചു, അദ്ദേഹത്തിനൊരു മെസ്സേജ് അയച്ചു, നിങ്ങൾ തിരക്കുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൂലിയും കിട്ടും, അതുകൊണ്ട് പരിപാടിക്ക് വന്നിരിക്കണമെന്ന് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം വെച്ചിട്ട് അദ്ദേഹത്തിനൊരു മെസ്സേജ് അയച്ചു. അപ്പോൾ അദ്ദേഹം വരുമെന്ന് പ്രതികരണം അറിയിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെങ്ങനെ വരിക? നിങ്ങളെ അവസ്ഥ ആണല്ലോ, ഈ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ടും ഞാൻ ബോധപൂർവം ചോദിച്ചതന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഡോക്ടർ അവധിയാണ് എന്ന ഒരു പ്ലക്കാർഡ് എല്ലാ ഡോക്ടർമാരുടെ അടുത്തും ഉണ്ടാകും, അതെൻ്റെ അടുത്തുണ്ട്, അത് ഞാനിവിടെ തൂക്കിയിടും. ഖലാസ്. കുറച്ച് നേരത്തെ 2-3 ദിവസം മുമ്പ് ഞാൻ എൻ്റെ ഷെഡ്യൂൾ കൃത്യമായിട്ട് എൻ്റെ പേഷ്യൻസിനും ബാക്കിയുള്ളവർക്കും റിസപ്ഷനിലും അറിയിക്കും. ഖലാസ്, എനിക്ക് പോരാലോ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏത് തിരക്കും ഇങ്ങനെ അവസാനിപ്പിക്കാവുന്ന തിരക്കുള്ളൂ, അല്ലാത്തൊരു തിരക്കുമില്ല. നിങ്ങൾക്ക് ഒരിക്കലും വിട്ടു നിൽക്കാൻ പറ്റാത്ത ചില തിരക്കുകൾ ഞാൻ പറഞ്ഞുതരാം. അടുത്ത ഫ്ലൈറ്റിന് ഇല്ലാത്ത ടിക്കറ്റ് ഉണ്ടാക്കി പോകേണ്ട തിരക്ക്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ കുളത്തിൽ വീണ് അപകടത്തിൽപ്പെട്ട് വെന്റിലേറ്ററിലാണ് എന്നറിയുമ്പോൾ കരിപ്പൂർ എയർപോർട്ടിൽ ആർഭാടങ്ങളില്ലാതെ കാത്തു നിൽക്കുന്ന കാറിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഇളങ്കാറ്റ് പതിക്കുന്ന മുഖത്ത് മനസ്സിൽ നമുക്ക് ഓർമ്മ വരുന്ന കുറേ കാര്യങ്ങളുണ്ടാകും, അവനെക്കുറിച്ചുള്ള നമ്മുടെ സ്വപ്നങ്ങൾ. മനസ്സിലായില്ലേ? ആ ഹോസ്പിറ്റലിൻ്റെ കൗണ്ടറിൽ
24 മണിക്കൂർ, 48 മണിക്കൂർ, 64 മണിക്കൂർ കഴിയട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന സമയം വേറെ ഒന്നിനും ഉപകാരപ്പെടുത്താൻ പറ്റൂല. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും? അപ്പോൾ ജോലി എന്ത് ചെയ്യും? അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? അതേ കാര്യം എവിടെയും ചെയ്യണ്ടു, വേറൊന്നും ചെയ്യണ്ട. അതല്ലെങ്കിൽ കയ്യിൽ ഗ്ലൂക്കോസ് ഇട്ട് അവശമായി തളർന്ന് പിന്നെ ലൂസ് മോഷൻ ബാധിച്ച്, പനി ബാധിച്ച്, തലവേദന ബാധിച്ച്, ശരീരത്തിലെ ചർമ്മങ്ങളാകെ എന്തോ ഒരു പ്രത്യേക രീതിയിൽ പഴുത്ത് നമ്മൾ കിടക്കാന്ന് വിചാരിച്ചോ, അല്ലാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. വളരെ ചെറിയ കാര്യമാണ് ലൂസ് മോഷൻ, വളരെ ചെറിയൊരു സംഗതിയല്ലേ തലവേദന. അപ്പോൾ നമ്മൾ റൂമിൽ കിടക്കുകയാണ്, എണീക്കാൻ പറ്റണില്ല, ഒരു മെയിൽ പോലും ടൈപ്പ് ചെയ്തൊരു ലീവ് അറിയിക്കാൻ പോലും പറ്റണില്ല. അന്നത്തെ നമ്മുടെ തിരക്ക് നമ്മളെങ്ങനെ മാനേജ് ചെയ്യുക? അന്ന് ഓഫീസിൽ നമ്മളെ ഒരു കൗണ്ടറിൽ ഇരുന്ന് നിർവഹിക്കപ്പെടേണ്ട കാര്യങ്ങൾ എന്താ സംഭവിക്കുക? അത്രേ സംഭവിക്കണ്ടുള്ളൂ. അത്ര മാത്രമേ ഇത്തരം കാര്യങ്ങളിലൊക്കെ സംഭവിക്കണ്ടുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ പിതാവിന് ക്യാൻസർ ബാധിച്ചു, എന്താ കീമോ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് ഇത് ബാധിച്ചപ്പോൾ 13 കീമോ വേണമെന്ന് പറഞ്ഞു ഡോക്ടർ. 13 കീമോ വേണമെന്ന് പറഞ്ഞു. സർ, നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. രോഗം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ആദ്യത്തെ മണിക്കൂറുകളിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകും. കാഴ്ചക്കൊരു കുഴപ്പമില്ല, പക്ഷേ ക്യാൻസർ രോഗിയാണ് എൻ്റെ പിതാവ് എന്ന് ഞാൻ അറിയുമ്പോൾ എൻ്റെ ഉപ്പനോട് ഞാൻ പറയണം, ഉപ്പാ നിങ്ങൾക്ക് ക്യാൻസറാണ്. എൻ്റെ അമ്മനെ ഞാൻ കൺവിൻസ് ചെയ്യണം. ഇനിയുള്ള ദിവസങ്ങളിലെ എൻ്റെ ജീവിതത്തിൻ്റെ ഷെഡ്യൂൾ മാറുകയാണ്, അല്ലേ? അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, AK-47 റൈഫിൾ എടുത്തിട്ട് നെഞ്ചത്തേക്ക് വെക്കണിന് തുല്യമാണ്. നിങ്ങളെ വാപ്പപ്പോൾ ആരോഗ്യവാനാണ്, അത് കഴിയുമ്പോൾ വളഞ്ഞ് എല്ലായി ഒരു രൂപമായിട്ടുണ്ടാവും. അതിനാണ് എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ആളായതുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ട് തുറന്നു പറഞ്ഞു. അത് ഞാൻ കണ്ടു. പിന്നെ പാതി പതിഞ്ഞ് കത്തുന്ന രാത്രിയിലെ 0 ബൾബിൻ്റെ വെളിച്ചത്തിൽ ഗ്ലൂക്കോസിൻ്റെ ട്യൂബിൽ നിന്നും കീമോയുടെ മരുന്നു തുള്ളികൾ പിതാവിൻ്റെ ശരീരത്തിലേക്ക് കയറുമ്പോൾ അബോധമായ അവസ്ഥയിൽ തളർന്നുറങ്ങുന്ന പിതാവിൻ്റെ അരികിൽ ഒരു ഇമ പോലും വെട്ടാതെ കാത്തിരുന്നപ്പോൾ അതെനിക്ക് മനസ്സിലായി. 1 മിനിറ്റിൽ 1 തുള്ളി എന്ന് ഡോക്ടർ നിശ്ചയിച്ചത് 2 തുള്ളിയായാൽ നേസ്റ്റിംഗ് സ്റ്റേഷനിലേക്ക് ഓടുന്ന ഞാനടങ്ങുന്ന ബൈസ്റ്റാൻഡേഴ്സിൻ്റെ ഹൃദയത്തിലെ ദുഃഖങ്ങളുടെ ആഴം എനിക്ക് മനസ്സിലായി. പിന്നെ നോക്കി നിൽക്കുന്ന നേരം ജീവിതത്തിൽ നമുക്ക് വന്നാൽ സുഹൃത്തുക്കളെ, ആ നേരം, ആ ടൈം, അത് നമ്മളെങ്ങനെ ഉപയോഗിക്കുക? അതാണ് ബിസി എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലായില്ലേ? അതാണ് യഥാർത്ഥ ബിസി. ബാക്കിയൊക്കെ നമ്മൾ എക്സാജറേറ്റ് ചെയ്യുന്ന ബിസിയാണ്. ബാക്കിയൊക്കെ ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പല അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ വരുത്തുന്നുണ്ട്, ഉണ്ടല്ലോ. ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പല ക്രമീകരണങ്ങളും നമ്മൾ വരുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ബിസി നമുക്ക് ഉണ്ടാകുമ്പോൾ ആലോചിക്കുക. കോഴിക്കോട് മിംസിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തിരുന്നു. എന്താ, വയറുവേദന വന്നിട്ട്, അപ്പൻഡിക്സിൻ്റെ വേദന വന്നിട്ട് ഡോക്ടറെ കാണിച്ചാണ്. ഡോക്ടർ എഴുതിയ മരുന്ന് നേഴ്സ് വായിച്ചപ്പോൾ തെറ്റിപ്പോയി. കൊടുത്തത് മയങ്ങാനുള്ള മരുന്നാണ്, അതും ഒരു സിറിഞ്ച് നിറയെ, അല്ലേ? ഇതിന് പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ അളവ് പരിശോധിച്ച് നൽകേണ്ട മരുന്ന് ഒരു സിറിഞ്ച് മുഴുവൻ അടിച്ചു കയറ്റി എങ്ങനെ ഉണ്ടാവും? അവന് ബ്രെയിൻ ഡെത്ത് ബാധിച്ചു, അവൻ്റെ മസ്തിഷ്കം മരിച്ചുപോയി. ഈ വാപ്പയും ഉമ്മയും പ്രത്യേകം ഏരിയ തിരിച്ച ആ ഹോസ്പിറ്റലിൽ അവരിങ്ങനെ ഇരിക്കണം. ഉമ്മ ഇങ്ങനെ മൂക്കത്ത് വിരൽ വെച്ച് നോക്കുകയാണ്, എൻ്റെ അമ്മ മരിച്ചോ? ഇനി ആകെ വേണ്ടത് എൻ്റെ മകൻ മരിച്ചു എന്നുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റാണ്. ആ പിതാവിനെ വിളിച്ചിരുത്തി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നേരത്തെ മനസ്സിലൊരുക്കി വെച്ച 2 വാചകം പറയുമ്പോൾ അദ്ദേഹം അവൻ്റെ ഫോണിൽ നിന്നൊരു ശബ്ദം ഞങ്ങൾ കേൾപ്പിച്ചു. എന്താ ശബ്ദം എന്നറിയോ? അവൻ്റെ സ്കൂളിൽ നടക്കുന്ന ഒരു മത്സരത്തിൽ, പരിപാടിയിൽ അവനെ അവതരിപ്പിക്കാൻ വേണ്ടി ഒരുക്കിയ ചിത്രീകരണമാണ്. മരുന്നുമാറി കുത്തി മരണത്തിന് വിധേയനാകുന്ന ഒരു കുട്ടിയും ആ കുട്ടിയെ മരുന്നുമാറി കുത്തിയ നഴ്സിനെയും ഡോക്ടറെയും ഒക്കെ ബോംബ് വെച്ച് കൊല്ലുന്ന പിതാവിനെയും ഒക്കെയാണ്. അവനെ എഴുതിയ കഥയിലെ കഥാപാത്രമായി അവൻ ലോകത്തോട് യാത്ര പറയുമ്പോൾ ഭൂമിയിലെ നിസ്സാരതയാണ് യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് പ്രിയപ്പെട്ടവരെ. അവൻ്റെ നാടകം അരങ്ങിൽ കയറേണ്ടുന്ന ദിവസം അവൻ്റെ മയ്യത്ത് മണ്ണിലേക്ക് വെച്ചു. ഞാനീ പറയണത് ഒക്കെ ഒരു പക്ഷേ എക്സാജറേഷനായി ഇല്ലാത്തൊരു സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നും. പരപ്പനങ്ങാടിയിലെ കോപ്പറേറ്റീവ് കോളേജിൽ പഠിച്ചിരുന്ന ആ കുട്ടി, അവനെ സംബന്ധിച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പരപ്പനങ്ങാടിയിൽ ചോദിച്ചാൽ അറിയാം. അപ്പം ഞാൻ പറഞ്ഞത്, ഇതൊക്കെ നമ്മുടെ മുന്നിൽ വരുന്ന
മുന്നറിയിപ്പുകളാണ്. റോട്ടിലൂടെ സൈറൺ മുഴക്കി പോകുന്ന ആംബുലൻസിന്റെ സൈറണിൽ നിന്നും എൻ്റെ വണ്ടി മാറ്റിക്കൊടുക്കണമെന്ന മെസ്സേജ് മാത്രമല്ല നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നാളെ എൻ്റെ സ്ഥിതി അതായിരിക്കും. എനിക്ക് വേണ്ടിയായിരിക്കും വണ്ടി മാറ്റിത്തരുക, എനിക്ക് വേണ്ടിയായിരിക്കും ആംബുലൻസിന്റെ ഡ്രൈവർ അയാളുടെ ജീവൻ സ്റ്റിയറിംഗിലേക്ക് എടുത്തു വെച്ച്, അയാളുടെ ആത്മാവ് ഗിയറിലേക്ക് എടുത്തു വെച്ച് ആശുപത്രിയുടെ കാഷ്വാലിറ്റി എന്നെഴുതിയ കൗണ്ടറും തേടി പോകുന്നത് എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് വേണം നമ്മുടെ സമയത്തെയും ജീവിതത്തെയും കുറിച്ച ചിന്തയും ചിട്ടയും ക്രമവും യഥാർത്ഥത്തിൽ ആരംഭിക്കാൻ. നോക്കൂ, നിങ്ങൾ അവസാനത്തെ റസൂൽ പറഞ്ഞെന്താ അറിയോ? വഹയാതക ഖബല മൗതിക. എല്ലാറ്റിലും ഉപരി നിന്റെ മരണത്തിൻ്റെ മുമ്പ് നിന്റെ ജീവിതത്തെ നീ ഉപയോഗിച്ചോ. ജീവിതം ജനന തീയതിയുടെയും മരണത്തീയതിയുടെയും ഇടയിലുള്ള ചെറിയൊരു ഹൈഫൺ, അതാണ് ജീവിതം എന്ന് പറയുന്നത്. ആണല്ലോ, അത് വലിച്ചു നീട്ടാൻ പറ്റൂല. ഓക്സിജന്റെ അളവ് തീരുമ്പോൾ ജീവിതം അവസാനിക്കും. ഓക്സിജന്റെ അളവ് തീരുമ്പോൾ അവസാനിച്ചിരിക്കും. നാളെ മോളെ കല്യാണമാണ് എന്ന് കരുതി 1 മില്ലി ലിറ്റർ കൂടി ഓക്സിജൻ കിട്ടൂല, നേരാകുമ്പോൾ അവസാനിക്കും. വിവാഹ പന്തലിലെ പാത്രങ്ങൾ കഴിവെക്കുന്നു, പന്തൽ പൊളിച്ചു നീക്കുന്നു, എല്ലാം ബഹളമാണ്. അയാൾ വീട്ടിലെ തൻ്റെ റൂമിലിരിക്കുകയാണ്. അപ്പുറത്ത് അയാൾക്ക് വേണ്ടി കടന്നെത്തിയ പെണ്ണുണ്ട്, അല്ലേ? അവർ കൊച്ചു കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴാണ് അയൽപ്പക്കത്തെ വീട്ടിലെ സ്ത്രീക്ക് നെഞ്ചുവേദന വന്നു എന്നറിയണത്. നെഞ്ചുവേദന വന്ന സ്ത്രീയെയും കൊണ്ട് അയാളുടെ വണ്ടി ജീപ്പ് ഡ്രൈവ് ചെയ്ത് ആശുപത്രിയിൽ പോവുകയാണ്. കൗണ്ടറിലെത്തി അവരെ അങ്ങോട്ട് കയറ്റി അയാൾ വിശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അയാൾ തളർന്നു വീഴുക. ഡോക്ടറുടെ മുന്നിലെത്തി. ഡോക്ടർ പരിശോധിച്ചിട്ട് പൾസ് പിടിച്ചിട്ട് പറഞ്ഞു അയാൾ മരിച്ചു. പോയ ആംബുലൻസ് തിരിച്ചു വരുമ്പോൾ 60-കാരിയായ നെഞ്ചുവേദനയുള്ള ഹൃദ്രോഗിയായ സ്ത്രീയായിരിക്കും മരിച്ചതെന്ന് ജനം വിചാരിച്ചു. പക്ഷേ രാവിലെ അവൻ്റെ മയ്യത്തൊക്കെ ഒരുക്കി അവനെ ഇറക്കാനൊരുങ്ങുമ്പോൾ നെഞ്ചത്ത് കയ്യും വെച്ച് വിങ്ങിപ്പൊട്ടി കരഞ്ഞ് ഇന്നലെ കൊണ്ടുപോയ ഹൃദ്രോഗി അവൻ്റെ മുന്നിലെത്തുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തനിക്കൊന്ന് തൊടാൻ പോലും കിട്ടാത്ത ഭർത്താവിൻ്റെ മയ്യത്തിൻ്റെ മുന്നിൽ ജനാസ നിസ്കരിക്കുന്ന ഒരു പെണ്ണനുഭവിക്കുന്ന അന്തസംഘർഷങ്ങൾ. വാപ്പയും ഉമ്മയും കൊണ്ടുവന്ന അംബാസഡർ കാറിൽ കയറി റോട്ടിലൂടെ മെല്ലെ നീങ്ങുന്ന അയാളുടെ ജനാസക്കരികിലൂടെ പുതിയ ഒരു മഹറും പുതിയ ഒരു മണിയറയും പ്രതീക്ഷിച്ച് നീങ്ങുന്ന ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ. അതാണ് നിന്റെ മരണം വരുന്നതിൻ്റെ മുമ്പ് നിന്റെ ദുനിയാവിൻ്റെ കാര്യം, നിന്റെ ജീവിതത്തിൻ്റെ കാര്യം നീ നോക്കിക്കോന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എന്നെ കേൾക്കാൻ ഇവിടെ കടന്നു വന്ന ആളുകളോട് കൃത്യമായിട്ട് പറയാണ്, നമ്മൾ കുറച്ചും കൂടി ബോധപൂർവമാണ് ജീവിതത്തെ കൈകാര്യം ചെയ്യേണ്ടത്. ഒരു രാജാവ് ഉണ്ടായിരുന്നു പണ്ട്. അയാളൊരു ഭടനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഈ കുതിരപ്പുറത്ത് കയറിയിട്ട് നീ വേഗത്തിൽ കുതിര ഓടിച്ചു പോവുക. എത്ര ദൂരം നീ ഓടിച്ചു പോണോ അത്ര ദൂരം നിന്റെ അധികാരത്തിലേക്ക് മാറ്റിത്തരും. അയാൾ സ്വാർത്ഥനായി ഓടാൻ തുടങ്ങി. ഇഷ്ടം പോലെ ഓടി, പിന്നെയും ഓടി, തളർന്നു. ഭക്ഷണമില്ലാതെ വീണ്ടും വീണ്ടും ഓടി. അയാളുടെ കുതിര തളർന്നു. കുതിരയെ വീണ്ടും തല്ലിയും ഉന്തിയും അയാൾ ഓടിച്ചു. അവസാനം ഒരു ഭാഗത്തെത്തിയപ്പോൾ അയാളുടെ കുതിരയും നിലത്തു വീണു. വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത അയാൾ ജലം നോക്കുമ്പോൾ ഇത്തിരി ദാഹജലമില്ല. അയാൾക്ക് മനസ്സിലായി, ഞാനിവിടെ അവസാനിക്കുകയാണ്. ഓടിയ ദൂരം മുഴുവൻ കിട്ടേണ്ടിയിരുന്ന എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല, ഓട്ടം മാത്രമാണ് കിട്ടിയത്. അങ്ങനെ ആകരുത്. അവിടെ അധ്വാനിക്കുകയാണ്, പിന്നെ അധ്വാനിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഈ കുതിരക്കാരൻ വിചാരിക്കേണ്ടിയിരുന്നു, എൻ്റെ കയ്യിൽ വെള്ളമല്ല, എൻ്റെ കുതിരക്ക് ക്ഷീണമുണ്ട്, ഇങ്ങനെ പോയാൽ ഞാൻ അവസാനിക്കും, എനിക്ക് കിട്ടൂല എന്ന് ചിന്തിക്കേണ്ടിയിരുന്നു. അങ്ങനത്തെ ഒരു പിൻവിളി യഥാർത്ഥത്തിൽ ആവശ്യമാണ്. നമ്മുടെ മുന്നിൽ സമൂഹത്തിൽ 4 തരം മനുഷ്യരെ നമ്മൾ കാണുന്നു. 4 തരം മനുഷ്യരെ. അതിലേതിലാണ് നമ്മൾ പെടുകയെന്ന് ഓരോരുത്തരൊന്ന് വിലയിരുത്തുക. ഞാനിതിൽ ഏതിലാണ് ഉണ്ടാകുക, നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തിക്കൊള്ളി. എന്താ? ഒന്ന്, ആത്മീയതയുടെ പേരിൽ സ്വയം സൃഷ്ടിക്കുന്ന തടവറകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർ. അവർ മതത്തിൻ്റെ ആൾക്കാരാണ്, അവർ ആത്മീയതയുടെ ആൾക്കാരാണ്. പക്ഷേ ആത്മാവിനെ പടച്ചവന്റെ ആത്മീയത അവരുടെ അടുത്തില്ല. ആത്മാവിനാരാ പഠിച്ചത്? നിന്നോടവർ റൂഹിനെ കുറിച്ച് ചോദിക്കുന്നു. റൂഹ് ദൈവത്തിങ്കൽ നിന്നുമുള്ള സംഗതിയാണ്. അത് നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ ആരുടെ ആത്മീയതയെ സ്വീകരിക്കേണ്ടത്? ആചാര്യൻ്റെതല്ല, ഉസ്താദിൻ്റെതല്ല, ഷെയ്ഖിൻ്റെതല്ല, പിന്നതോ അള്ളാഹുവിൻ്റെതാണ്. അപ്പോൾ ആ ആത്മീയതയ്ക്ക് പകരം കുറേ സ്വയം നിയമങ്ങൾ ഉണ്ടാക്കി. ബ്രഹ്മചര്യം സ്വീകരിച്ചു, പുറം ലോകം കണ്ടില്ല, ഇരുട്ടറയിൽ കഴിഞ്ഞുകൂടി, അങ്ങനെയുള്ള
ന്യൂനാൽ ന്യൂനപക്ഷം ലോകത്തുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഖുൽ യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനികും ഗൈറൽ ഹഖ് വലാ തത്തബിഉ അഹ്വാഅ ഖൗമിൻ ഖദ് ളല്ലൂ മിൻ ഖബൽ. എന്താ? അഹ്ലി കിതാബുകാരെ, നിങ്ങൾ ദീനിൽ അമിതത്വം കാണിക്കണ്ട. അള്ളാഹ് പറഞ്ഞു കൊടുത്ത് നിന്നാ മതി. നിങ്ങൾ മുമ്പ് പിഴച്ചു പോവുകയും പിഴപ്പിക്കുകയും വഴിതെറ്റുകയും ചെയ്തൊരു സമൂഹത്തിൽ പെടണ്ട. അതിൽ അള്ളാഹു നമ്മളാരും ഉൾപ്പെടുത്തിയിട്ടില്ല. പരീക്ഷിക്കാതിരിക്കുമാറാകട്ടെ. അമിതത്വത്തിലേക്ക് പോകുക, അമിതമായ വിശദീകരണങ്ങളിലേക്ക് പോകുക, അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല. എന്നാൽ രണ്ടാമത്തെ വിഭാഗം ആളുകളുണ്ട്. അവർ ഇഹലോകം മാത്രമേ നോക്കണുള്ളൂ. അവർക്ക് പള്ളിയില്ല, അവർക്ക് നിസ്കാരമില്ല, അവർക്ക് ദിക്റില്ല, അവർക്ക് ദുആയില്ല, അവർക്ക് ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കണം, പരമാവധി ആസ്വദിക്കണം, കൂട്ടുകെട്ടുകൾ വേണം. അവരുടെ ജീവിതത്തിൽ ഒരു പക്ഷേ വ്യഭിചാരം ഉണ്ടാകും, സംഗീതമുണ്ടാകും, അവരുടെ ജീവിതത്തിൽ എല്ലാത്തരം ആസ്വാദനങ്ങളും ഉണ്ടാകും. അല്ലേ? അതിൽ നമ്മളാരും ഉണ്ടാവുകയില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ, അള്ളാഹുവിനെ മറന്ന ആളുകളെ പോലെ നിങ്ങളാകരുത്. ഫഅൻസാഹും അൻഫുസഹും, അങ്ങനെ അവരെ തന്നെ യഥാർത്ഥത്തിൽ മറക്കുകയായിരുന്നു. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് യഥാർത്ഥത്തിൽ തമ്മാടികൾ. ആ തമ്മാടി കൂട്ടത്തിലും നമ്മളില്ല. എന്നാൽ മൂന്നാമത്തെ വിഭാഗാര പരലോകവും ഇഹലോകവുമൊക്കെ അതിൻ്റെ അളവനുസരിച്ച്, അതിൻ്റെ തോതനുസരിച്ച് അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയും സ്വീകരിക്കുന്നവർ. അതിൽ നമ്മൾ എത്ര പേരുണ്ട്? നമ്മൾ ഓരോരുത്തർ ആലോചിക്കുക. പരലോകത്തിൻ്റെ അളവും ദുനിയാവിൻ്റെ അളവൊക്കെ അവൻ അറിയാം. വൈദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ, റസൂലിലേക്ക് ഇറക്കപ്പെട്ട ഒരു കാര്യം അവൻ കേട്ടാൽ, തറാ അഅ്യുനുഹും തഫീളു മിനദ് ദമഇ, അയാളുടെ കണ്ണുകൾ ചാലിട്ടൊഴുകുന്നത് നിനക്ക് കാണാം. യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ് ശാഹിദീൻ, പടച്ചോനെ നിന്റെ ദീനിനെ സ്വീകരിക്കുന്നവരുടെ കൂടെ ഞങ്ങളെ കൂട്ടണം, നിന്റെ ദീനിനെ സാക്ഷ്യം വഹിച്ചവരുടെ കൂടെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം എന്നവർ പറയും. അതിൽ നമ്മളുണ്ടോ? തെളിവ് കേൾക്കുമ്പോൾ കരച്ചിൽ വരിക, പടച്ചോനെ തെറ്റായിരുന്നു ഇത്രയും കാലം ചെയ്തത് എന്ന് വിചാരിക്കുക. അതാണോ നമ്മളെ മനസ്സ്? അതല്ല, ഓരോരുത്തരും വന്ന് ഓരോ തെളിവും പ്രമാണമൊക്കെ ഇങ്ങനെ പറയും. കഴിഞ്ഞ കൊല്ലമില്ലാത്ത കുറേ തെളിവ് ഇക്കൊല്ലുണ്ട്, ഞാൻ അടുത്ത കൊല്ലം വേറെ ഉണ്ടാകും. അല്ലെങ്കിൽ ഈ മതവേദി കയറുന്നവർക്ക് കുറച്ച് ഏറെയാണ്, ഭയങ്കര ടൈറ്റാക്കലാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമല്ലേ? ഇങ്ങനെ പല ജാതി ചിന്തകളുടെ കെട്ടുപാടിൽ കുടുങ്ങിയിട്ട് ഒക്കെ സ്കിപ്പ് ചെയ്തു പോകും. പലിശനെ കുറിച്ച് അറിയാം, അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാം, ഒക്കെ അറിയാം, പക്ഷേ പലിശ എപ്പോഴും ജീവിതത്തിലുണ്ടാവും. സിനിമയെക്കുറിച്ചറിയാം, സിനിമൻ്റെ പ്രശ്നം അറിയാം, പക്ഷേ അതിപ്പോഴും ജീവിതത്തിലുണ്ടാകും. തെളിവ് നോക്കിയിട്ടല്ല ചെയ്യുക. വീട് നിർമ്മിക്കുകയാണ്, വീട് നിർമ്മിക്കുമ്പോൾ ഖുർആനും സുന്നത്തും നോക്കിയിട്ടല്ല വീട് നിർമ്മിക്കണേ. ഖുർആനിൽ നോക്കിയാൽ വീടിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ അളവും വീതിയൊക്കെ കിട്ടും. വരച്ചതല്ല. ഖുർആൻ്റെ ഇടയിൽ വീടിൻ്റെ ചിത്രമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ എൻ്റെ സാമ്പത്തികാവസ്ഥ, കടം, പലിശ, എൻ്റെ ബാധ്യത, എൻ്റെ മക്കൾ, വിദ്യാഭ്യാസം, ഇതൊക്കെ കൂടെ കൂട്ടുമ്പോൾ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ഒരു സ്ക്വയർ ഫീറ്റ് എത്രയായിരിക്കും? അപ്പുറത്തും ഇപ്പുറത്തും വീടും ജ്യേഷ്ഠൻ്റെയും അനിയൻ്റെയും വീടും നാട്ടിലെ മൊത്തത്തിലുള്ള അവസ്ഥയും വെച്ചിട്ടില്ല. എൻ്റെ സ്ക്വയർ ഫീറ്റ് എത്രയായിരിക്കും? എത്ര കാലം കൊണ്ട് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളൊരു അളവ് അയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. മക്കളെ വിദ്യാഭ്യാസത്തിന് നിശ്ചയിക്കുമ്പോൾ അയാൾ നോക്കും, മോനെ എങ്ങനെ ചേർക്കേണ്ടത്? എഞ്ചിനീയറിംഗ് കോളേജിൽ ഏത് എഞ്ചിനീയറിംഗ് കോളേജ് ചേർക്കണമെന്ന് ഖുറാനിലുണ്ടോ? ബഡ്ക്കലിൽ ചേർക്കണം, അല്ലെങ്കിൽ ഇന്നോടത്ത് ചേർക്കണമെന്നും ഖുറാനിലുണ്ടാവില്ല. പക്ഷേ ഒരു വക്ത് പോലും ജമാഅത്ത് കിട്ടാത്ത, 5 കൊല്ലവും ജുമാഅ കിട്ടാത്തൊരു ക്യാമ്പസാണ് എന്നറിഞ്ഞാൽ അവിടെ എന്ത് നല്ല ബ്രാഞ്ച് ആണെങ്കിലും അതെനിക്ക് വേണ്ടാന്ന് അയാൾ തീരുമാനിക്കും. അതാണ് ഖുർആനിലും സുന്നത്തിലും നോക്കിയിട്ട് ജീവിതം ചിട്ടപ്പെടുത്തുന്ന ആളായിരിക്കും. സ്വന്തം മോൾക്ക് ഒരു വരനെ നിശ്ചയിക്കുകയാണ്. വരനെ ചെന്ന് നോക്കുമ്പോൾ അവൻ്റെ വീട് ഒരു കുന്നും പുറത്താണ്, വഴിയില്ല, ബാക്കിയൊക്കെ ഉണ്ട്. നല്ല ഹൈലി പ്രൊഫഷണലാണ്, നല്ല ശാരീരികമായ രീതി അവസ്ഥയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അവന് ദീനിയാണ്, ഒക്കെയാണ്, വളരെ സൂക്ഷ്മതയുള്ള കുട്ടിയാണ്. അങ്ങാടിയിൽ അന്വേഷിച്ചപ്പോഴൊക്കെ പറഞ്ഞു, സുബൈനി പള്ളിയിൽ ആദ്യം അവനെ വരല്ലെന്ന്, അല്ലേ? പക്ഷേ വീട്ടിലേക്കുള്ള വഴി ഒരു സുഖം പോരാ, അതല്ലെങ്കിൽ വീടിന് വലിപ്പം പോരാ, അല്ലെങ്കിൽ അയാൾ ബാർബർ ഫാമിലിയിൽപ്പെട്ട ആളാണ്, അല്ലേ? അല്ലെങ്കിൽ അയാൾ മത്സ്യത്തൊഴിലാളിയാണ്. അയാൾ പ്രമാണം നോക്കിയിട്ടല്ല വരനെ തിരഞ്ഞെടുത്തത്. ഞാൻ പറഞ്ഞത് നമ്മൾ ഇതിൽ എവിടെ പെടുന്നു എന്ന് ചിന്തിക്കുക. 4ാമത്തെ വിഭാഗം ആരറിയോ? 4ാമത്തെ വിഭാഗം ഇഹലോകം മറന്നും പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുക, പക്ഷെ പരലോകത്തൊരു ഉപകാരം കിട്ടാതാകുക. ഇഹലോകം വിട്ടുമുപ്പര് ഒന്നുമില്ല, അല്ലെങ്കിൽ അല്പാൽപ്പൊക്കെ കച്ചവടം കൃഷിയൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര ദീനിയാണ്. നല്ല തൊപ്പിയൊക്കെ ഇട്ട് തസ്ബീഹ് മാലയൊക്കെ പിടിച്ച് നല്ല നീണ്ട താടിയൊക്കെ വെച്ച്
എല്ലാ രംഗത്തും. സംസാരത്തിൽ സൂക്ഷ്മത, പിന്നെ തഹജ്ജുദ് രാത്രിയുണ്ട്, സുന്നത്ത് നമ്മുടെ ഒക്കെ ഉണ്ട്. പക്ഷെ പരലോകമല്ല. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. എന്താ വിശുദ്ധ ഖുർആൻ പറയാണ്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, അമലുകൾ മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ. ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നന്മയാണെന്ന് അവർ വിചാരിക്കുന്നു, പക്ഷേ അത് നന്മയല്ല. ഇസ്ലാമിൽ ഒരു കാര്യം നന്മയാവണമെങ്കിൽ അതിനുള്ള ചില അസുലുകളുണ്ട്. നമ്മുടെ കാഴ്ചയിൽ മാത്രം അത് നന്മയായാൽ പോരാ. എന്താ? അള്ളാഹുവിന്റെ ഖുർആൻ തുടരാണ്, ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം, അള്ളാഹുവിന്റെ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു. വലിഖാഇഹി, അവനെ കണ്ടുമുട്ടുന്നതിനെയും, ഫഹബിതത് അഅമാലുഹും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെയും അവൻ നിഷേധിച്ചപ്പോൾ എന്ത് ചെയ്തു? അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമലിന് യാതൊരു ഓഹരിയും ഉണ്ടായില്ല. ദീനിൽ ഒരു കാര്യം എപ്പോഴാണ് നന്മയാകുക? ദീനിൽ ഒരു കാര്യം അത് ദിക്റായതുകൊണ്ട്, ദുആയായതുകൊണ്ട്, പ്രാർത്ഥനയായതുകൊണ്ട് നന്മയാകൂ? ആകൂല. ദീനിൽ ഒരു കാര്യം നന്മയാകണമെങ്കിൽ നമ്മുടെ കണ്ണിൽ നന്മയായാൽ പോരാ. ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്വഹാബി പള്ളിയിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ഒരു ദിക്ർ ഹൽക്ക നടക്കുകയാണ്. ആ ദിക്ർ ഹൽക്ക നടക്കുന്ന സദസ്സിലേക്ക് കയറി ചെന്ന ആ സ്വഹാബി ആ ദിക്ർ ഹൽക്കയിൽ കയറിയിരുന്നില്ല. എന്തോ ഒന്ന് കാണാൻ പറ്റാത്തത് കണ്ടതുപോലെ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. നേരെ അബൂ മുസൽ അശ്അരി എന്ന് പറയുന്ന ഈ സ്വഹാബി, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബികളുടെ കൂട്ടത്തിലെ പണ്ഡിതനായ പ്രവാചക തിരുമേനിയുടെ കൂടെ വളരെ ചെറിയ പ്രായം മുതൽക്കു തന്നെ ഉണ്ടായിരുന്ന ആ സ്വഹാബിൻ്റെ അടുത്ത് എന്നിട്ട് വിഷയം പറഞ്ഞു. അവിടെ ഒരു വട്ടത്തിലിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നുണ്ട്, അല്ലാഹു അക്ബർ ചൊല്ലുന്നുണ്ട്, എല്ലാം 100 വട്ടാണ്, സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നുണ്ട്. എന്താ സ്ഥിതി എന്ന് വെച്ച്, നിനക്ക് അവരോട് അവരുടെ നന്മകൾ, അവരുടെ തിന്മകൾ എണ്ണാൻ പറഞ്ഞുകൂടായിരുന്നോ? ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളെ കണ്ണിൽ നന്മയാണ്, അല്ലാഹു അക്ബർ നമ്മുടെ കണ്ണിൽ നന്മയാണ്. പക്ഷെ ആ സ്വഹാബി അതിനെ തിന്മയിട്ടാണ് കണ്ടത്. രണ്ടാളും വന്നിട്ട് ചോദിച്ച ചോദ്യം, സുഹൃത്തുക്കളെ, ഫ്രെയിം ചെയ്തു വെക്കണം നമ്മൾ. മുത്തു റസൂലുള്ളാഹിയുടെ പുണ്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ, സ്വഹാബികൾ, അവർ വഫാത്തായി തീർന്നിട്ടില്ല. മനുഷ്യന്മാരെ, നിങ്ങൾക്ക് അവരോടൊന്ന് ചോദിച്ചുകൂടായിരുന്നോ ഈ പണിയെടുക്കുന്നതിന്റെ മുമ്പ് നബി ഇങ്ങനെ ചെയ്തിരുന്നോന്ന്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് കാണിക്കണം എന്നർത്ഥം. പ്രവാചകന്റെ വസ്ത്രം അത് നുരുമ്പിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് കുറച്ചു കാലേ ആയിട്ടുള്ളൂ. അവിടുത്തെ പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല. അതിന്റെ മുമ്പിൽ ഇസ്ലാമിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുകയാണോ? അപ്പൊ ഇത്തരം വിഷയങ്ങളിലൊക്കെ വളരെ കണിശമായ സമീപനം പുലർത്തുമ്പോൾ ശൈത്താൻ നമ്മളെ കൊണ്ട് ചിലപ്പോൾ ചിന്തിപ്പിക്കുക, എന്തോ ഈ ചങ്ങാതിമാർ ഇതിലൊന്നൊരു വിട്ടുവീഴ്ചയില്ലല്ലോ, മുസ്ലിം സമൂഹത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്നിട്ട് ഈ പ്രശ്നത്തെക്കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരിക്കണതെന്നൊക്കെ ചിലപ്പോൾ തോന്നും. ഈ വാചകം ഞാൻ പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും ഇതെന്നെ പറ്റി കറക്റ്റ് മൂപ്പർ പറഞ്ഞാണ്, നിങ്ങളെ പറ്റി എന്നെ പറഞ്ഞാണ്. എന്തിനറിയോ? നിങ്ങൾ ചിന്തിക്കാൻ. എന്താ ഇവിടുത്തെ പ്രശ്നം? കുറേ സാധുക്കൾ അങ്ങനെ തസ്ബീഹ് ചൊല്ലാണ്, തഹ്ലീൽ ചൊല്ലാണ്, തക്ബീർ ചൊല്ലാണ്, അല്ലെങ്കിൽ ഒരുപാട് ഇബാദത്തുകൾ എടുക്കുകയാണ്. അള്ളാഹിന്റെ അടുത്ത് ഇല്ല, അള്ളാഹുവിന്റെ അടുത്ത് അതില്ല, അള്ളാഹ് അത് സ്വീകരിക്കൂല, അള്ളാഹ്ക്കത് വേണ്ട. സ്വഹാബികൾ പോലും ഒറ്റക്ക് വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല എന്ന് പറഞ്ഞിട്ട് തവാഫ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ 2 റകഅത്ത് കൊണ്ട് നിസ്കരിക്കുന്നുണ്ട് സഈന് പോണിന് മുമ്പ്, അല്ലേ? ഈ 2 റകഅത്ത് എങ്ങനെ വന്നതാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് 3-4 കാര്യങ്ങൾ ആവശ്യപ്പെട്ടുള്ള ഒരു ആവശ്യമാണ്, നബിയെ നമുക്ക് അവിടെ ഒരു 2 റകഅത്ത് നിസ്കരിച്ചൂടെ? ശരി ഉമറെ, പോയി നിസ്കരിച്ചോന്നല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പറഞ്ഞെന്താ, മഹ്ലൻ, വെയിറ്റ് ചെയ്യും ഉമറെ. എന്താ വെയിറ്റ് ചെയ്യണത്? വഹി വരണം. വഹി വന്നു. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമ നിന്ന് കഅബാലയം ഉണ്ടാക്കിയ സ്ഥലം. മഖാം, ഖാമ എന്ന് പറഞ്ഞാൽ നിന്നു, മഖാം നിൽക്കുന്ന സ്ഥലം, കിടക്കുന്ന സ്ഥലത്തിനല്ല മഖാം എന്നറിയാം. ആ നിൽക്കുന്ന സ്ഥലം, ആ നിൽക്കുന്ന സ്ഥലത്ത് പോയി, അതുമായിട്ട് ബന്ധപ്പെട്ട പരിസരത്ത് പോയി നിങ്ങൾ 2 റകഅത്ത് നിസ്കരിച്ചോ എന്ന ഓർഡർ വന്നപ്പോഴാണ് നിസ്കരിച്ചത്, അല്ലേ? നോക്ക് നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കഅബാലയത്തിലേക്ക് തിരിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യം തിരിഞ്ഞത് മസ്ജിദുൽ ഹറാമിലേക്ക്, ആദ്യം തിരിഞ്ഞത് പിന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു. എത്രത്തോളം ആഗ്രഹം ഉണ്ടായിരുന്നു? ഖദ് നറാ തഖല്ലബു വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നബിയെ, നിങ്ങൾക്ക് അങ്ങോട്ട് തിരിയാനുള്ള കൊതി കൊണ്ട് അങ്ങ് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഞാൻ കാണുകയാണ്. എന്താ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നത് കാണുക എന്ന് പറഞ്ഞാൽ
നബി ജിബ്രീൽ വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുകയാണ്. നബിക്ക് ജിബ്രീൽ അലൈഹി സ്വലാമിനെ കാണാൻ പറ്റുള്ളൂ, നമുക്കാർക്കും കാണാൻ പറ്റില്ല. മനുഷ്യന് മരണക്കെട്ടിലിൽ വെച്ച് മാത്രമേ മലക്കിനെ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മലക്ക് രൂപം പ്രാപിക്കണം, മനുഷ്യരൂപം. ജിബ്രീൽ അലൈഹി സ്വലാം മനുഷ്യരൂപം പ്രാപിച്ചപ്പോൾ അവർ കണ്ടിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഉത്തരവ് വന്നു, നിങ്ങൾ കഅബാലയത്തിലേക്ക് തിരിഞ്ഞോളൂ. അപ്പം അവർ തിരിഞ്ഞു. ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങളുണ്ട്. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയാണ്, നമ്മളൊരു പരിശോധനക്ക് തയ്യാറാകണം. ജീവിതത്തിൽ ചെയ്യുന്ന അമലൊക്കെ ഒരുപാട് തസ്ബീഹ് ചൊല്ലിയ നടക്കൂല. ഇഷ്ടം പോലെ തസ്ബീഹ് അല്ല, ഇഷ്ടം പോലെ തഹ്ലീൽ ചൊല്ല, ഇഷ്ടം പോലെ സ്വലാത്ത് ചൊല്ല. പക്ഷേ അതിനൊരു നേരം നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ ആ നേരം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ച നേരമാകണം. ഇത് ഈ നേരം നിശ്ചയിക്കാരണം ഒരാൾ ഞാൻ ലൊഹർക്ക് ഒരു 10 ഞാൻ ലൊഹർക്ക് ദിക്റില്ല എന്നൊരാൾ വിചാരിച്ചുകൊണ്ട് തെറ്റുണ്ട് എന്നല്ല. ലൊഹർ എന്ന ഈ സമയത്ത് ദിക്ർ ചൊല്ലണീന് ഒരു പ്രത്യേക പുണ്യമുണ്ട് എന്നൊരാൾ വിചാരിക്കുകയാണ് എങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിക്കണം, അല്ലാതെ പറ്റൂല. അതല്ലെങ്കിൽ ഇപ്പോൾ ബുധനിൻ്റെ രാത്രി ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രത്യേക രീതിയിൽ ഒരു ഇബാദത്ത് എടുക്കുന്നു. ബുധനിൻ്റെ രാത്രിക്കൊരു പ്രത്യേകതയുണ്ട് എന്ന് വിചാരിക്കണമെങ്കിൽ അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിക്കണം. അല്ലെങ്കിൽ കൂട്ടത്തിലിരുന്ന് ഒന്നിച്ച് ചെല്ലണം എന്ന് ഒരു രൂപ ഒരാൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പുണ്യമുണ്ട്, വട്ടത്തിലിരിക്കണിന് മസ്അലുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ വട്ടത്തിലിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പള്ളിയിലിരുന്ന് 100 വട്ടം ചൊല്ലുന്ന ഒരു രീതിയില്ല. അതവിടെ പ്രശ്നമായത്. അതിനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഗൗരവത്തിൽ വിമർശിച്ചതും പഠിപ്പിച്ചതൊക്കെ. എന്താ ഇതിൻ്റെ കുഴപ്പം? പ്രവാചക തിരുമേനിയുടെ അരികിൽ നാളെ ഹൗദുൽ കൗസർ വാങ്ങാൻ വേണ്ടി ചെല്ലും. പ്രവാചകൻ ഹൗദുൽ കൗസറിലെ വെള്ളം കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ അതാ പറയുന്നു അള്ളാഹു കൊടുക്കരുത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുകയാണ്, അവരെൻ്റെ അനുയായികളല്ലേ, ദാഹിച്ചു വന്നതല്ലേ, ഞാൻ കൊടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹ് പറയാം, അല്ല, അവർ നിനക്ക് ശേഷം ദീനിൽ പുതിയ പല സമ്പ്രദായം ഉണ്ടാക്കിയവരാണ്. അപ്പം നമ്മൾ ആ ദീനിൻ്റെ പേരിൽ പുതിയ സമ്പ്രദായം ഉണ്ടാക്കിയവരാണെങ്കിൽ സുഹൃത്തുക്കളെ, ആ സമ്പ്രദായത്തിൻ്റെ കൂടെ പോയവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഹൗദുൽ കൗസറിലെ വെള്ളം കിട്ടൂല. അതുകൊണ്ട് എൻ്റെ വാപ്പ മരിച്ചയിടത്ത് എന്തൊക്കെ വേണം, മുത്ത് റസൂലുള്ളാഹിയുടെ മകൻ ഇബ്രാഹിം മരിച്ചയിടത്ത് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ വേണം. ഖദീജ ബിബി മരിച്ചയിടത്ത് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ വേണം. ഫാത്തിമ ബിബി മരിച്ചയിടത്ത് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ വേണം. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ലക്ഷക്കണക്കിന് സ്വഹാബികൾ വഫാത്തായിടത്ത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ വേണം. അതെന്തൊക്കെയെന്ന് പരിശോധിക്കണം, അത് പഠിക്കണം. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നമ്മൾ പോകണം. അയാളുടെ ജീവിതത്തിൽ ഭാര്യ മക്കളൊന്നും ഉണ്ടാകാത്ത ഒരാളാണ്. ഉദാഹരണം പറയണം, നിങ്ങൾക്കൊരു വിഷയം മനസ്സിലാക്കാൻ വേണ്ടി ഒരു കഥ പറഞ്ഞുതരാണ്. അയാൾ എന്നും എന്ത് ചെയ്യുന്നറിയോ, ശമ്പളത്തിൻ്റെ വലിയൊരു ഓഹരി കൊണ്ടുപോയിട്ട് ഒരു കുഴി എടുത്തിട്ട് ആ ഒരു മണ്ണിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിലൊരു കലം വെച്ചിട്ട് ആ കലത്തിലേക്ക് അങ്ങനെ ഇടും. വർഷങ്ങൾ ഇത് തുടർന്നു. ഒരു ദിവസം അയാൾ രോഗിയായി. ആശുപത്രി കട്ടിൽ കിടക്കുമ്പോൾ അയാളെ നോക്കാൻ വേണ്ടി വന്ന അയാളെ അനിയൻ്റെ മോനോട് അയാൾ പറഞ്ഞു, മോനെ, എൻ്റെ മൂത്താപ്പാൻ്റെ രോഗ ചികിത്സക്കും ബാക്കിയുള്ള എല്ലാ കാര്യത്തിനുള്ള പൈസ മൂത്താപ്പനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് കഷ്ടപ്പെടണമെന്നില്ല, നീ ഇടക്ക് വന്ന് നോക്കിയാൽ മതി. ഒരാളെ ശമ്പളക്കാരനായിട്ട് ഇവിടെ നിശ്ചയിക്കുക, മരുന്നൊക്കെ പൈസ കൊണ്ട് വാങ്ങുക. അവസാനം മൂത്താപ്പ മരിച്ചാൽ ആ ബാക്കി പൈസ നിനക്കുള്ളതാണ്. അവൻ ചെന്ന് ഈ കലം തുറന്നു നോക്കി. അപ്പോൾ കാണുന്നത് എന്താ അറിയോ, പൈസ മുഴുവൻ ചിതൽ തന്നിരിക്കുന്നു. ബാക്കിയുള്ള നോട്ടിൻ കെട്ടുകളുടെ മുകളിലൂടെ ചിതൽ പുഴുക്കൾ ഇങ്ങനെ ആയിരിക്കുന്നു. ഈ വിവരം ഈ കുട്ടി വന്ന് പറയണ ആ മനുഷ്യൻ്റെ ഒരു സ്ഥിതി എന്തായിരിക്കും? ജീവിതത്തിൽ എല്ലാ സന്തോഷവും ഒഴിവാക്കി അവസാനം ഇതൊന്നും ഉപകാരപ്പെടില്ല എന്ന് വിചാരിക്കുന്ന ഒരു സമയം. ഇതുപോലെ ആകരുത് പരലോകം. പരലോകം സുഹൃത്തുക്കളെ ഇതുപോലെ ആകരുത്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്, വാപ്പാൻ്റെ വാപ്പേറ്റ്, അല്ലെങ്കിൽ നാട്ടിലെ ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ട്, ആ കൂട്ടായ്മയേറ്റ് അങ്ങനെ പോവുകയാണ്. ബാക്കി നന്മകളിലേക്ക് വരാനൊക്കെ പല ഡയലോഗും പറഞ്ഞ് ഇങ്ങനെ ഒഴിവാകുകയാണ്. അവസാനം നമ്മുടെ സ്ഥിതി ഇങ്ങനെ ആയി പോകരുത്. അങ്ങനെ ആയി പോകാതിരിക്കാനുള്ള ചില വഴികളാണ്, ചില പരിഹാരങ്ങളാണ് എൻ്റെ സംസാരത്തിൻ്റെ അവസാന ഭാഗത്ത് എനിക്ക് പറയാനുള്ളത്. അതിലൊന്നെന്താ അറിയോ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആത്മപരിശോധനയാണ്. ആത്മപരിശോധന, നിരന്തരമുള്ള ആത്മപരിശോധന. എന്താ അങ്ങനെ പറഞ്ഞാൽ, അപ്പം നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം പരിശോധന നടത്തുന്നുണ്ട്. യാത്രയിൽ മുഴുവൻ നമ്മൾ എക്സിറ്റുകൾ ഇങ്ങനെ 13 വേണ്ടത്, അപ്പോൾ 12 13 വണ്ടി തിരിച്ചു അല്ലേ. ഇനി പോണ്ടത് ഇനി അവിടെ മറ്റേ അൽബൈക്ക് അറേബ്യൻ്റെ അതിലുള്ള ആ ഇടവഴി കൂടെ പോകേണ്ടത് ഒക്കെ ഉറപ്പ് വരുത്തിയ പോണത്. ഉറപ്പ് വരുത്തി ഒന്ന് അല്ലെങ്കിൽ വിളിച്ച് വഴി ചോദിച്ച് എങ്ങനെയാണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമാക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് യാത്ര പുറപ്പെടുകയാണ് നാട്ടിലേക്ക്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, പെട്ടിയിലുള്ള എല്ലാ സാധനവും അടുക്കി വെച്ച് വീണ്ടും ഉറപ്പ് വരുത്തുന്നുണ്ട്.
പാസ്പോർട്ട് എടുത്തിട്ടില്ലേ നമ്മൾ വീണ്ടും 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 ഉറപ്പ് വരുത്തുന്നുണ്ട്. ഒരു മാർക്കറ്റ് ചെന്നാൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ ഉറപ്പ് വരുത്തുന്നുണ്ട് അല്ലേ? എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വാങ്ങുമ്പോൾ അത് കൃത്യമായിട്ട് നോക്കിയിട്ടാണ് വാങ്ങണത്. നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങാൻ തീരുമാനിക്കുകയാണ്. ആ കമ്പ്യൂട്ടർ അതിനെപ്പറ്റി എന്തെല്ലാം കാര്യങ്ങൾ ആരോടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു വീടിനൊരു തറ ഇടുകയാണ്. ആ വീടിൻ്റെ തറ ആർക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അതിൻ്റെ സ്കെച്ചും പ്ലാനൊക്കെ. അപ്പോൾ ഈ രീതിയിൽ ഇത്തരം ഒരുപാട് ഉറപ്പുവരുത്തലുകളും ക്രമീകരണങ്ങളും നടത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. 10 റുപ്യേൻ്റെ മത്തി 10 വട്ടം ഉറപ്പ് വരുത്തി വാങ്ങണം നമ്മൾ. ദീനിൻ്റെ കാര്യത്തിൽ എന്തേ അങ്ങനത്തെ ഒരു പരിശോധനക്കും ഉറപ്പുവരുത്തലിനും പോകാത്തത്? എൻ്റെ വിശ്വാസം, എൻ്റെ കർമ്മം, എൻ്റെ ആചാരം, എൻ്റെ നിലപാട്, അതെങ്ങനെ നമ്മൾ ഉറപ്പുവരുത്തുക? അത് സുഹൃത്തുക്കളെ, ബ്ലഡ് ടെസ്റ്റിന് കൊടുത്താൽ കിട്ടുമോ? ബ്ലഡ് എടുത്തിട്ട് ടെസ്റ്റിന് കൊടുത്താൽ നിലപാട് കിട്ടുമോ? MRI സ്കാൻ എടുത്താൽ കിട്ടുമോ? അത് കിട്ടും. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ആ നിലപാട് കിട്ടും. നോക്കുങ്ങൾ, സ്വഹാബികളുടെ കാര്യം നോക്കുങ്ങൾ. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെല്ലാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ലഖദ് സമ്മാലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മാഉൽ മുനാഫിഖീൻ ഹൽ സമ്മാനി ഫി ദാലിക. ICCയിൽ നടന്ന പരിപാടിയിലും ഈ ഹദീസ് വാചകം ഞാൻ ഉദ്ധരിച്ചിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് മുനാഫിഖീങ്ങളെ ലിസ്റ്റ് തന്നിട്ടുണ്ട്, ഞാൻ ആ ലിസ്റ്റിലുണ്ടോ? അതാണ് അവർ ഉറപ്പുവരുത്തൽ. പേടിയോടുകൂടി നമ്മൾ പെർഫെക്റ്റ് ആണെന്നുള്ള നിലക്ക് നിൽക്കുകയാണ്. നമ്മൾ പെർഫെക്റ്റ് ആണെന്നുള്ള നിലക്ക് നിൽക്കുകയാണ്. ഒന്ന് പരിശോധിക്കുക, എൻ്റെ നിസ്കാരം എത്രത്തോളം കൃത്യമാണ്, എൻ്റെ നോമ്പ് എത്രത്തോളം കൃത്യമാണ്, എൻ്റെ സാമ്പത്തിക രംഗം എത്രത്തോളം കൃത്യമാണ്, ഞാൻ ബില്ലുമ കളിക്കണ ആ കളി പറ്റുമോ, ലാഭത്തുമ കളിക്കണ ഈ കളി പറ്റുമോ എന്നിട്ടൊക്കെ എഡിറ്റ് ചെയ്ത് റെഡിയാക്കിയാൽ ഒരു കുഴപ്പം വരാല്ല, ഒരു പ്രശ്നം വരല്ല. അള്ളാഹു നമ്മളെ സഹായിക്കുന്നുള്ളിൽ ഒരു ബേജാറും സുഹൃത്തുക്കളെ ആർക്കും ഉണ്ടാകേണ്ടതില്ല. കാരണം എന്താ അറിയോ, യഥാർത്ഥ വിജയം, അവസാന വിജയം നമുക്ക് തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പം മറിയം ബീവി അവർ റളിയല്ലാഹു അൻഹ അവർ ഗർഭിണിയാവുകയാണ്. അവരുടെ ദുഃഖം അവർ പറയുന്നുണ്ട്. ഫഅജാഅൽ മഖാലു ഇലാ ജിദ്ഇൻ നഖ്ല ഖാലത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുൻതു നസിയൻ മൻസിയ. പ്രസവവേദന വന്ന് ഈ ഈത്തപ്പനയുടെ താഴെ ഇരിക്കുമ്പോൾ പ്രസവം എടുക്കാനും കൂടി ഒരാളുമില്ല. ഗർഭിണിയായൊരു പെണ്ണ് പ്രസവത്തിൻ്റെ അവസാനത്തെ മിനിറ്റുകളിൽ ആരുമില്ലാതെ ഇരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു സംഘർഷം എത്രത്തോളം ഉണ്ടാവും, എത്ര ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തൻ്റെ ഉദരത്തിൽ നിന്ന് തൻ്റെ ശരീരത്തിലൊരവയവം പിളർന്ന് പുറത്തേക്ക് ചാടുന്ന കുഞ്ഞിനെ എടുത്ത് ആ രക്തപിണ്ഡത്തെ ഒന്ന് കഴുകി വൃത്തിയാക്കി തൻ്റെ മാരടത്തിലെ അമ്മിഞ്ഞയിലേക്ക് ചേർത്ത് വെച്ച് തരാൻ ഒരാളില്ലാത്ത മഹാപ്രതിസന്ധിയെ അതിജീവിക്കുമ്പോൾ അവർ പറയാണ്, ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാഹു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള നിലക്ക് അവർ ആത്മഹത്യ ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനെ പോയപ്പോൾ അവസാനം അവരുടെ പരിശുദ്ധി ആര് പ്രഖ്യാപിച്ചു? തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി പറഞ്ഞു, ഖാല ഇന്നി അബ്ദുല്ലാഹ് അതാനിയൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുൻതു ഫഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. ഞാൻ എൻ്റെ ഉമ്മക്ക് ജനിച്ച ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ്, അടിമയാണ്, നബിയാണ് എന്ന് തൊട്ടിലിൽ നിന്ന് സംസാരിക്കുകയാണ്. അത്രേ ഉള്ളൂ ഞാൻ പറയുന്നത്. എല്ലാ അവസാനം അതിനൊക്കെ ഒരു ഖൈറും ബർക്കത്തും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അത്തരം ഒരു പരിശോധനക്ക് യഥാർത്ഥത്തിൽ തയ്യാറാകണം. ഖുർആൻ പഠിക്കണം. എങ്ങനെയാണ് ഖുർആൻ പഠിക്കേണ്ടത്? കിതാബൻ അൻസൽനാഹു ഇലൈക്, നിനക്ക് നാം ഒരു ഗ്രന്ഥം ഇറക്കി തന്നിരിക്കുന്നു. മുബാറക്കുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥം. വേറെ ഏത് ഗ്രന്ഥത്തെക്കാളും അനുഗ്രഹീത അത്. പക്ഷേ പത്രം കൈപ്പിടിക്കണ അത്ര നേരം കൂടി ഖുർആൻ കൈപ്പിടിക്കാറല്ലേ നമ്മൾ? ഉണ്ടോ? പരിശോധിക്കുക. നമ്മൾ പത്രം കൈപ്പിടിക്കണ അത്ര നേരം, സെൽഫോൺ കൈപ്പിടിക്കണ അത്ര നേരം, വാട്സപ്പ് കൈകാര്യം ചെയ്യണ അത്ര നേരെങ്കിലും, അത്ര വാട്സപ്പ് കൈകാര്യം ചെയ്യുന്നതിൻ്റെ 10-1 നേരം മതി. ഞാനടക്കമുള്ള ആൾക്കാരെ പറ്റിയാണ് ഞാൻ പറയുന്നത്, അല്ലേ? നമ്മളൊക്കെ വാട്സപ്പിൽ പെൻഡിങ് കിടക്കണ മെസ്സേജുകൾ എടുത്തു നോക്കിയാലേ അറിയാം നമ്മളൊക്കെ അവസ്ഥ. അപ്പം ഞാൻ പറയണത് എന്നിട്ട് ഖുർആൻ പറയാം, ലിയദ്ദബ്ബറു ആയാത്തിഹി, ഖുർആനിൻ്റെ ആയത്തുകളെ കുറിച്ച് അവർ ചിന്തിക്കാൻ വേണ്ടിയാണ്, അതിനെ സംബന്ധിച്ച് ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ് അവർക്ക് നാം ഈ കിതാബ് ഇറക്കിയത് എന്നാണ്. അങ്ങനെ ഉറ്റാലോചിച്ചാൽ ഒരുപാട് അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാനുണ്ടാകും. ഞാൻ ഖുർആനിലൊരൊറ്റ ആയത്ത് സുഹൃത്തുക്കളെ നിങ്ങൾ ഓതി കേൾപ്പിച്ചുതരാം. ഒരൊറ്റ ആയത്ത് ഓതി കേൾപ്പിച്ചുതരാം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ അല്ലാഹനെ സൂക്ഷിച്ചോളി. വദറൂ മാ ബഖിയ മിനർ റിബ, റിബയിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതുണ്ട്, അത് ഒഴിവാക്കി കളയും. നിങ്ങളുടെ ഡീലിങ്സിൽ, സ്വഹാബികളോട് പറയണേ, നിങ്ങളുടെ ഡീലിങ്സിൽ ഇസ്ലാം സ്വീകരിച്ചു ബാക്കിയുള്ളതുണ്ട്, അത് വാങ്ങാൻ നിൽക്കേണ്ട, അത് ക്യാൻസൽ ചെയ്തളി, അതിൻ്റെ ആളുകൾക്ക് വിട്ടുകൊടുത്തളി. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഇനി അതിന് നിങ്ങൾ തയ്യാറ്, ഇൻകുൻതും മുഅ്മിനീൻ, മുഅ്മിനീങ്ങളാണെങ്കിൽ പലിശ വിട്ടോളീൻ.
മുഅ്മിനീങ്ങളാണെങ്കിൽ പലിശ വിട്ടോളീൻ. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയാണ് ഫഇല്ലം തഫ്അലു, ഇനി നിങ്ങൾ അതിന് തയ്യാറല്ലെങ്കിൽ ഫഅദനു ബിഹർബിൻ മിനല്ലാഹ്, അള്ളാഹിനോടുള്ള യുദ്ധത്തിന്റെ വെപ്പണൊക്കെ റെഡിയാക്കിക്കോ. അള്ളാഹ് നിങ്ങളോട് യുദ്ധത്തിലാണ്. തീർന്നില്ല. പലിശക്ക് 70 ചില്ലാനും ശാഖ ഉണ്ട്. പലിശയുടെ 70ാമത്തെ ശാഖ അത് എടുക്കുന്നവൻ സ്വന്തം മാതാവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തുല്യാണ്. അതുകൊണ്ട് തീർന്നില്ല. ഒരു വട്ടം പലിശ എടുത്തോൻ 30 വട്ടം വ്യഭിചരിച്ചവനെ പോലെയാണ്. വ്യഭിചരിച്ചവനെ കൈകാര്യം ചെയ്യുന്ന രീതി ഉണ്ട് നമ്മുടെ നാട്ടില്. എന്നാലോ പലിശക്ക് എടുത്തോനെ, ബാങ്കിൽ നിന്ന് ഇറങ്ങി വരണോൻ 30 വട്ടം പലിശക്ക് എടുത്തോനെ പോലെയാണ്. വിശുദ്ധ ഖുർആൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, ഇതൊക്കെ വരികയാണ്. അപ്പോൾ ഞാൻ പറയണത് എന്താ അറിയോ, ഇത്തരം ഒരു ആത്മപരിശോധനയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു സെൽഫ് കൺട്രോൾ യഥാർത്ഥത്തിൽ കിട്ടാനുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. നമുക്കൊരു സ്വയം നിയന്ത്രണം കിട്ടാനുണ്ട്. അതിനുള്ള പഠനത്തിന് ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ ഇസ്ലാഹി സെന്ററിൽ എല്ലാ തിങ്കളാഴ്ചയും ബഹുമാനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനിയുടെ ക്ലാസ് ഉണ്ട്. പക്ഷേ നമ്മളങ്ങോട്ട് എത്തുന്നില്ല. ICCയിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളുണ്ട്. പഠനരംഗത്ത് എത്രയോ സൗകര്യം, ഇഷ്ടം പോലെ ബുക്സ് ഉണ്ട്, ഖുർആൻ പരിഭാഷയുണ്ട്, ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. അന്നൂർ ഓൺലൈനിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്പീച്ചുകളുണ്ട്. ബഹുമാനായ ഹുസൈൻ സൽഫിയുടെ സ്പീച്ചുകളുണ്ട്. ദീനി രംഗത്ത് വേറെ താല്പര്യങ്ങളില്ലാതെ തെളിവും പ്രമാണവും മുന്നിൽ വെച്ചുകൊണ്ടുള്ള സംസാരം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് കേൾക്കണോടത്തേക്കും പഠിക്കണോടത്തേക്കും നമ്മൾ എത്തുക എന്നുള്ളതാണ്. കുഴിയിൽ പണം സൂക്ഷിച്ച് മൊത്തം പണവും ചിതലരിച്ചു പോയ ഒരാളുടെ സ്ഥിതിയിലേക്ക് നമ്മൾ എത്താതിരിക്കാനുള്ള വഴി എന്ന് ഞാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും, ഈ സംസാരം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ചില ആളുകൾ ദീനി രംഗത്ത് ചെയ്യും, അല്ലെങ്കിൽ വേറെ രംഗത്ത് ചെയ്യും. അവർക്ക് അറിയണം എന്നുണ്ടാവും. സ്റ്റേജ് വരുത്തി അദ്ദേഹം നമുക്കിപ്പോൾ 5 ലക്ഷം തന്നിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉള്ളിലൊരു ഉൾപ്പുളകം നിങ്ങൾക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് അസുഖമാണ്. അല്ലെങ്കിൽ പത്രത്തിൽ അയാൾ കൊടുത്ത ലക്ഷങ്ങളെ കണക്ക് വരണം, അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടാവും. ഞാൻ ഒറ്റ ചരിത്രം പറഞ്ഞുതരാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോകാണ്. ഹിജറ പോകുന്ന പ്രവാചകനെ പിന്തുടർന്ന് കൊല്ലാൻ പുറപ്പെട്ടതായിരുന്നു സുറാഖത്ത് ബിൻ മാലിക്. സുറാഖത്ത് ബിൻ മാലിക് പ്രവാചക തിരുമേനിയെ മുന്നിൽ കണ്ടു. അമ്പെയ്യാൻ ഒരുങ്ങുമ്പോൾ ഒട്ടകത്തിൻ്റെ കാല് തെറ്റി, ഒട്ടകത്തിൻ്റെ കാല് മണ്ണിലേക്ക് ഊർന്നുപോയി. സുറാഖ തലകുത്തി താഴെ വീണു. ആ വീഴ്ചയിൽ നിന്ന് സുറാഖ ചരിത്രത്തിലെ ഒരു ഉയർച്ചയിലേക്ക് എത്തി. എന്താണ് ചരിത്രത്തിലെ ആ ഉയർച്ച എന്നറിയോ? മുകളിൽ ആകാശത്ത് റബ്ബിനെയും പ്രവാചകന്റെ കൂടെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും സാക്ഷിയാക്കി കൊല്ലാൻ വന്ന സുറാഖ മുത്തുനബിയുടെ കൈകളിൽ പിടിച്ചു. ഒരു വല്ലാത്ത അനുഭൂതിയോടുകൂടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് അദ്ദേഹം ചൊല്ലുകയാണ്. അവിടെ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, കൈഫ ബിക് ഇദാ ലബിസ്ത സിവാറൈ കിസ്റ, കിസ്റയുടെ വളകൾ നിന്റെ ഈ കൈകളിൽ അണിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും സുറാഖ? കിസ്റയുടെ കിരീടം നിന്റെ തലയിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാകും സുറാഖ? എന്റെ ജനം തല്ലിയോടിച്ചപ്പോൾ രാത്രിയുടെ മറവിൽ ഒളിച്ചോടിപ്പോന്ന എന്റെ ജനതയുടെ കൈകളിൽ കിസ്റയുടെ അധികാരം വരുന്നൊരു നാട് വരാനുണ്ട്. സുറാഖക്ക് സംശയം ചോദിച്ചു. സുറാഖ ചോദിക്കാണ്, കിസ്റ ബിൻ ഹുർമുസ്, ഹുർമുസിന്റെ പുത്രൻ കിസ്റയുടെ കിരീടം എന്റെ തലയിൽ വെക്കേ നബിയേ എന്ന് ചോദിക്കാണ്. അതെ, അവിടേക്ക് നമ്മുടെ അധികാരവും പരിധിയും എത്തും, നീ പേടിക്കണ്ട അല്ലെ. സുറാഖ റളിയല്ലാഹു അൻഹു തിരിച്ചുപോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞു. ഹേമന്തങ്ങളും വസന്തങ്ങളും സന്തോഷങ്ങളും ഇടിയും മഴയും കാറ്റും അങ്ങനെ പലതും ഭൂമിയിൽ കടന്നുപോയി. ഒരു ദിവസം ഖാലിദിന്റെ പട്ടാളം കിസ്റയുടെ കൊട്ടാരം തകർത്ത് കിസ്റയുടെ കിരീടം താഴെ വീണു. ഒരു സ്വഹാബി അതെടുത്ത് ഒരു തുണിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞിട്ട് എങ്ങോട്ടോ പോയി. അന്ന് രാത്രി ടെന്റിൽ വിളക്കുകളൊക്കെ അണഞ്ഞു. വിളക്കുകളൊക്കെ അണിഞ്ഞപ്പോൾ സർവ്വസൈന്യാധിപൻ ഖാലിദിന്റെ ടെന്റിന്റെ അരികിൽ വന്ന് ഒരു ഭടൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, പ്രവാചകൻ പ്രവചിച്ച കിരീടം ഇവിടെ ഉണ്ട്, ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കരുത്. ഖാലിദ് ചോദിച്ചു, ആരാണ് നിങ്ങൾ? ഖാലിദ്, ഞാൻ ആരാണെന്ന് അങ്ങ് അന്വേഷിക്കരുത്, എന്നെ ജനം ബഹുമാനിക്കും. ഈ കിരീടം എൻ്റെ കൈകൊണ്ടാണ് ഇസ്ലാമിന് കിട്ടിയതെന്നറിഞ്ഞാൽ. ഇരുട്ടിലേക്ക് മറഞ്ഞ ആ സ്വഹാബിയുടെ പേര് സുഹൃത്തുക്കളെ ലോകത്തെവിടെയും കിട്ടിയിട്ടില്ല. നമ്മളൊരാൾ ചെയ്യുന്ന ഒരു നല്ല പ്രവർത്തനം, ഒരു സേവന പ്രവർത്തനം, ഒരു പാവപ്പെട്ട ആൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് മറ്റൊരുത്തനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നന്മ സെൽഫി എടുത്ത് ഫേസ്ബുക്കിലിട്ട് അതിന് കിട്ടുന്ന 3500 ലൈക്ക് വേണോ? അതല്ല, 10,000 കണക്കിന് ലൈക്കുകളുടെ അപ്പുറത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള പുണ്യം വേണോ? നമ്മൾ തീരുമാനിക്കണം.
അപ്പം എന്താ നമ്മളെ പ്രശ്നം? ഇത്തരം ആയത്തു ഹദീസും മുന്നിലിരുന്ന് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യണതൊക്കെ നാലാൾ അറിയണം. നമ്മൾ ഒരുപാട് സേവനം, ഇപ്പോൾ ഇവിടെ വിദേശത്ത് കുടുങ്ങിപ്പോയ ആളുകളെ രക്ഷപ്പെടുത്തുന്നവർ, വിദേശത്ത് രോഗികളായി കഴിയുന്നവർക്ക് ചികിത്സയും കൊണ്ട് ചെല്ലുന്നവർ, ആശുപത്രി കട്ടിലുകളുടെ അരികിലേക്ക് ഓടിച്ചെല്ലുന്നവരൊക്കെ ഉണ്ടാകും. പല നിലക്കുള്ള നന്മകൾ ചെയ്യുന്നവരുണ്ടാകും. എന്നിട്ടോ ആ നന്മ മുഴുവൻ സമൂഹം അറിയുന്ന രീതിയിൽ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആളെ സ്ഥിതിയായിരിക്കും ഏത്? കലത്തിൽ പണം സൂക്ഷിച്ചവന്റെ കലത്തിലെ പണം ചിതൽ പുഴുക്കൽ തിന്നു തീർത്തതുപോലെ ഇത്തരം കുറെ പ്രകടനപരതകൾ നമ്മളുടെ ഇല്ലാതാക്കും. അതുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ ചെന്ന് രോഗിയുടെ മറ്റേ ഭക്ഷണപാത്രം ഉണ്ടല്ലോ, അതിൽ 5000 ഒരു കെട്ട് വെച്ചിട്ട് അതിന് ടോപ്പിട്ട് ഇറങ്ങിപ്പോരുമ്പോൾ മെസ്സേജ് അയക്കുകയാണ്, പ്ലീസ് ചെക്ക് യുവർ ഫുഡ് ടിഫിൻ. എന്താ, കൂടെ വന്ന ഭാര്യ പോലും അറിയരുത് ഞാൻ 5000 കൊടുത്തു എന്നുള്ളത്. അവിടേക്ക് എത്തുക നമ്മൾ. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അവിടേക്ക് എത്തുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് പരലോകത്തുണ്ടാകും. ഇല്ലെങ്കിൽ നാട്ടുകാർ നല്ല പ്രശംസ തരും. അപ്പം ഞാനിത് പറഞ്ഞത് എന്തിനാ അറിയോ? ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളുടെ മുന്നിൽ പോയി ഇരിക്കണം, അല്ലേ? 13 എന്നുള്ള നമ്പർ പേടിച്ച് നടക്കുന്ന മനുഷ്യന്മാരെ കാണുമ്പോൾ നമുക്കെന്തോ പുച്ഛാണ്. ഇതേപോലെ ദീനിൻ്റെ പല കാര്യത്തിലും നമ്മൾ പലതും മനസ്സിലാക്കാത്തത് കൊണ്ട് പടച്ചോ നമ്മളോട് പുച്ഛാണ്. അതുകൊണ്ട് പഠിക്കാനും നോക്കാനൊക്കെ ഉള്ള സമയം നമ്മൾ കണ്ടെത്തണം എന്നാണ് ഞാൻ പറയുന്നത്. അതിനുള്ള സൗകര്യം ഇസ്ലാഹി സെൻറ്റർ ചെയ്തു തരുന്നുണ്ട്. അവിടെ വന്നിരിക്കുക, ആ ക്ലാസ് തന്നെ അത് ഒന്നുകൂടി മെച്ചപ്പെടുത്താനുള്ള അഭിപ്രായങ്ങൾ നമ്മൾ പറയാം, അതിലേക്ക് നമ്മൾ ആളുകളെ കൊണ്ടുവരിക, അല്ലേ? ചെറിയ കുട്ടികൾക്കുള്ള ഇഖ്റ CRE സംവിധാനം ഉണ്ട്. ചെറിയ കുട്ടികൾ, നമ്മളെ മക്കളുടെ സ്ഥിതി നമുക്കിന്നറിയാം, ഏറെ ദയനീയമാണ്. കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ മദ്രസ പഠിപ്പിച്ചൊരു കുട്ടീനെ കണ്ടപ്പോൾ, എനിക്ക് വളരെ ബന്ധമുള്ളൊരു പയ്യനെ കണ്ടപ്പോൾ, നല്ല ദീനി അന്തരീക്ഷമുള്ള കുടുംബത്തിലെ കുട്ടിയാണ്. എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ച്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരാണ് സാർ എന്ന് പറഞ്ഞു. എൻ്റെ മാർക്ക് ലിസ്റ്റ് ഒന്നും എടുക്ക് തരില്ല, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അവൻ്റെ ഇതിനുള്ള ഇൻറ്റിമസി വെച്ചിട്ട് ആ ബാഗ് പിടിച്ചു വാങ്ങി ഷിബിണ് തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു ബോട്ടിലാണ്. ആലോചിച്ചോ നിങ്ങൾ, അള്ളാഹു മുന്നിൽ കൊണ്ടുവന്നാണ്. പിന്നെ ഇന്ന് നല്ല സ്റ്റാൻഡിൽ നല്ല അവസ്ഥയിൽ അൽഹംദുലില്ലാ അവൻ മുന്നോട്ട് പോകുന്നു. ജീവിതത്തിലെ എല്ലാ നല്ല സ്റ്റെപ്പുകളിലേക്ക് അവൻ പോകുമ്പോഴും, ജോലിയിൽ പുരോഗതി ലഭിക്കുമ്പോഴും, ഓരോ ഇൻക്രിമെൻ്റ് കൂടി കിട്ടുമ്പോഴൊക്കെ അവൻ്റെ ഒരു മെസ്സേജ് വരും. അന്ന് കോഴിക്കോട് മെഫ്യൂഷ്യൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് നമ്മൾ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്താകുമായിരുന്നു? അപ്പോഴൊക്കെ നമുക്ക് സന്തോഷത്തിൻ്റെ ഒരു കണ്ണീര് വരും. പടച്ചോനെ, അള്ളാഹുവെ സ്വീകരിക്കണം. ഇന്നമായ തഖബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹു മുത്തഖീങ്ങളുടെ അടുത്ത് നിന്ന് മാത്രമേ സ്വീകരിക്കുള്ളൂ. നമ്മൾ അൽ മുത്തഖീങ്ങളിലുണ്ടോ എന്ന് നമുക്കറിയില്ല. അള്ളാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകാന്നാണ് ഞാൻ പറയണത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ അറിയോ, ഞാൻ അവസാനിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിനെ അറിയാം. അപ്പം നമ്മൾ 4ാമത്തെ ടീമിൽ പെടൂല. ഏത് ടീമിൽ? കുറേ ചെയ്യുന്നുണ്ട്, ചെയ്യണതൊക്കെ എന്താണ്? സ്വർഗം വിചാരിച്ചിട്ടാണ്. പക്ഷെ ഒന്നും അള്ളാഹ്ക്ക് വേണ്ട, സിലബസിൻ്റെ പുറത്തുള്ളതൊക്കെ ചെയ്യണത്. നമ്മൾ തെങ്ങും തോട്ടത്തിൽ കയറിയിട്ട് ഒരാൾ കുറേ തെങ്ങ് വെട്ടി, വേറെ കുറേ റബ്ബർ അവിടെ കുഴിച്ചിട്ടു, അവിടുന്ന് അപ്പുറത്തുണ്ടായിരുന്ന റബ്ബർ തോട്ടത്തിൽ കയറിയിട്ട് ഈ റബ്ബർ തോട്ടത്തിൽ തെങ്ങ് അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടു. അയാളെ കണ്ടാൽ നമുക്ക് എന്താ തോന്നുക? അയാളോട് നമ്മൾ എന്താ പറയുക? അതേമാതിരിയല്ലേ അള്ളാഹുവിൻ്റെ ദീനിൽ കല്യാണത്തിൻ്റെ കാര്യത്തിൽ, മരണത്തിൻ്റെ കാര്യത്തിൽ, നിസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ കൃത്യമായ സിലബസ് പടച്ചോൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ സിലബസ് അവിടെ വെച്ചിട്ട് നമ്മൾ കണ്ട സിലബസ് അനുസരിച്ച് നമ്മളങ്ങനെ പോവുക, അള്ളാഹു സ്വീകരിക്കൂല. അതേപോലെ വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്, അവരെല്ലാ കാര്യത്തിൽ, സാമൂഹ്യ പ്രവർത്തനത്തിൽ അവരുണ്ടാകും, വെൽഫെയർ പ്രവർത്തനങ്ങളിൽ അവരുണ്ടാകും, ദൂർത്തിനെതിരെ ശബ്ദിക്കാൻ അവരുണ്ടാകും, മദ്യത്തിനെതിരെ ശബ്ദിക്കാൻ അവരുണ്ടാകും. പക്ഷേ പല അസുലുകളും അവർക്കുണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട പല അസുലും. ഞാൻ ഈ പറയണ ഏതെങ്കിലും പോയിന്റിൻ്റെ പരിധിയിൽ ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് ഇവിടെ ഇരുത്തി വഷളാക്കാൻ വേണ്ടി പറഞ്ഞല്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ട് നാളെ പരലോകത്ത് നിങ്ങൾ ചോദിക്കും, നിങ്ങൾ കുറെ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങൾ പറഞ്ഞൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ആ ആത്മാർത്ഥതയെ എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. പല രംഗത്തും ഉണ്ടാകും, നല്ല കാര്യങ്ങളിലൊക്കെ അവനുണ്ടാകും. പക്ഷേ അവൻ ഇന്ന് വരെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവില്ല. വേറെ പലരെയും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവും, ലീഗിനെയും കോൺഗ്രസിനെയും CPM-നെയും, അതിലെ അഴിമതി ആരോപണങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാകും. ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ട വ്യക്തി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട വ്യക്തി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ചരിത്രത്തിലുടനീളം, അല്ലേ, തൻ്റെ പ്രബോധനം തുടങ്ങിയ 1-ാമത്തെ നാൾ മുതൽ തബ്ബല്ലക്,
നിനക്ക് നാശം മുഹമ്മദേ എന്ന് പറഞ്ഞ് അബൂലഹബ് ഉദ്ഘാടനം ചെയ്തത് മുനാഫിഖീങ്ങൾ ഏറ്റെടുത്തു. നമ്മളെ ഭാര്യ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് അങ്ങാടിയിൽ ജനം സംസാരിക്കുന്ന ദിവസം, ഫ്ലാറ്റിൻ്റെ എന്താ പറയുക, വരാന്തയിൽ നിന്ന് മനുഷ്യന്മാർ കണ്ണിറുക്കുന്ന ദിവസം, ഭൂമിയിൽ എങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ജീവിക്കുക? എങ്കിൽ 1 മാസം റസൂലുള്ളാഹി അത് സഹിച്ചു. എന്തിനു വേണ്ടി? നമുക്ക് ഈ ദീൻ എത്തിച്ചു തരാൻ വേണ്ടി. ആ പ്രവാചകൻ എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്തു, ആ പ്രവാചകന്റെ ഉപദേശം എത്രത്തോളം കേട്ടു, ആ ദഅവത്തിൽ എത്രത്തോളം ഉണ്ടായി, എത്ര മുസ്ലിങ്ങൾക്ക് ദഅവത്ത് എത്തിച്ചു കൊടുത്തു. അപ്പൊ ഇങ്ങനത്തെ ഒരവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടായിക്കൂടാ. അതിന് വേണ്ട രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, അള്ളാഹുവിനെ മനസ്സിലാക്കുക. അള്ളാഹുവിനെ എങ്ങനെ മനസ്സിലാക്കുക? അള്ളാഹുവിന്റെ സിഫത്തുകളിലൂടെ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ സിഫത്തുകളിലൂടെ അള്ളാഹുവിനെ മനസ്സിലാകുന്നതിന് ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹുവ. അള്ളാഹുവിന്റെ അടുത്താണ് അദൃശ്യങ്ങളുടെ മൊത്തം വിശദാംശങ്ങളുള്ളത്. ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അള്ളാഹു അല്ലാതെ അത് അറിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, അവൻ കരയിലും കടലിലും ഒക്കെ ഉള്ളത് അറിയുന്നു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരു ഇല പോലും താഴെ വീഴുന്നില്ല അള്ളാഹു അറിയാതെ. വലാ ഹബ്ബത്തിൻ വലാ ഫീ ളുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഭൂമിൻ്റെ ഉള്ളിലെ ഒരു ചെറിയ വിത്തിനെ പറ്റി പോലും അള്ളാഹ് അറിയുന്നുണ്ടെന്നാണ്. ഒക്കെ മനസ്സിലാകാൻ വേണ്ടി പറയണമെങ്കിൽ, ആകാശത്തെ കോടാനക്കോടി സൃഷ്ടിജാലങ്ങളെ വിട്ടു, കടലിലെ കോടാനക്കോടി സൃഷ്ടിജാലങ്ങളെ വിട്ടു. എത്ര മത്തി ഉണ്ടാകും കടലിൽ? എണ്ണ നമുക്കറിയോ? ഇല്ല. അതൊക്കെ വിട്ടു. കരയിലെ ഒരുപാട് സൃഷ്ടിജാലങ്ങളുണ്ട്, ഒക്കെ വിട്ടു. അതിൽ നിന്ന് മരത്തെ മാത്രം എടുത്തു. മരത്തിൽ എത്ര ഇനമുണ്ട് അതൊക്കെ വിട്ടു. അതിൽ നിന്ന് മാവിനെ മാത്രം എടുത്തു. മാവുകൾ പല ഇനമുണ്ട്, അതൊക്കെ ഒഴിവാക്കി. അതിൽ നിന്ന് മൂവാണ്ടൻ മാവിനെ മാത്രം എടുത്തു. മൂവാണ്ടൻ മാവുകൾ ആയിരക്കണക്കിനുണ്ട്, അതിനൊക്കെ ഒഴിവാക്കി. അതിൽ നിന്നും എൻ്റെ വീട്ടുമുറ്റത്ത് ഒറ്റ മാവെടുത്തു. അതിലെത്ര ഇലയുണ്ട്? അതിലെ ഒരു ഇല വീണാൽ അള്ളാഹു അറിയുന്നതാണ്. അങ്ങനെ അറിയണ റബ്ബ്, ആ റബ്ബിനെ നമ്മൾ എത്രത്തോളം അറിയണോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിനൊരു പുതിയ ഡയറക്ഷൻ കിട്ടും, അല്ലേ? അപ്പോ അലം യഅലം ബി അന്നല്ലാഹ യറാ, അള്ളാഹു അറിയണമെന്നുള്ള ഓർമ്മ നിനക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ, യൂട്യൂബിൽ അല്ലേ, നമ്മുടെ കീബോർഡിലെ അക്ഷരങ്ങൾക്കിടയിൽ നിന്നും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങൾ വാക്കായി മാറി അത് ലോഡ് ചെയ്ത് വരുന്നിടത്ത് റബ്ബിന് തൃപ്തിയില്ലാത്ത കാഴ്ച ഉണ്ടാകൂല. കാരണം യസ്തഗ്ഫുന മിനന്നാസ് വല യസ്തഗ്ഫുന മിനല്ലാഹ്. നിങ്ങൾക്ക് ഭാര്യൻ്റെ അടുത്തുനിന്നും മക്കളെടുത്തുനിന്നും കൂട്ടുകാരെടുത്തുനിന്നും മാത്രമേ ഒളിപ്പിച്ചു വെക്കാൻ കഴിയുള്ളൂ. അള്ളാഹിന്റെ അടുത്തുനിന്ന് ഒളിപ്പിച്ചു വെക്കാൻ കഴിയുകയില്ല. ഭൂമിയുടെ അടിത്തട്ടിന്റെ ഉള്ളിലെ ഇരുട്ടിലെ ഒരു വിത്തിനെ സംബന്ധിച്ചു പോലും അറിയുന്നവനാണ് അവനെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് അള്ളാഹു ഖബീറാണ്, അലീമാണെന്നൊക്കെയുള്ള സിഫത്ത് പഠിപ്പിക്കുമ്പോഴുള്ള ഗുണം. ഇങ്ങനത്തെ എന്തെല്ലാം സിഫത്ത് പഠിയുണ്ട്. പിന്നെ എങ്ങനെ കൈക്കൂലിക്കാരനാകാൻ പറ്റും? പിന്നെ എങ്ങനെ പഞ്ചിങ് കഴിഞ്ഞ് നമുക്ക് മുങ്ങാൻ പറ്റുമോ? CC ക്യാമറയിൽ പകർത്തപ്പെട്ടിട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ അടുത്തുള്ള ക്യാമറയിൽ ഉണ്ടല്ലോ. ഇപ്പോൾ ദുബൈയിൽ നടന്നൊരു കുറ്റാന്വേഷണത്തിൻ്റെ ഒരു സംഗതി വായിച്ചിരുന്നു ഞാൻ. മലയാളിയായ മുതലാളിയെ മലയാളിയായ തൊഴിലാളി കൊന്നു. കത്തി കിട്ടിയപ്പോൾ നേരെ ദുബൈ പോലീസ് എന്താ ചെയ്തെന്നറിയോ? അതിൻ്റെ ബാർകോഡ് നോക്കിയിട്ട് ആ ബാർകോഡിലുള്ള കത്തി ഏത് സൂപ്പർ മാർക്കറ്റിലാണ് വിതരണം ചെയ്തത്, ഏത് സൂപ്പർ മാർക്കറ്റിലേക്കാണ് കൊണ്ടുപോയതെന്ന് കമ്പനിയോട് ചോദിച്ചു. കമ്പനി അത് പറഞ്ഞെടുത്തു. കമ്പനി ചെന്നിട്ട് ഈ ബാർകോഡ് വെച്ച് നോക്കി, അത് എടുത്ത ടൈം, അത് വാങ്ങിയ ടൈം നോക്കി. CCTVന്ന് ആ ടൈമിൽ ആരാണത് വാങ്ങണതെന്ന് നോക്കി. അതോടുകൂടെ എന്ത് ചെയ്തു? ഖലാസ്, ആ ആളെ ചിത്രം കണ്ടു, അയാളെ പോയി പിടിച്ചു കൊണ്ടുവന്നു. ഇത് ഭൂമിയിലെ മനുഷ്യന്റെ കുറ്റാന്വേഷണത്തിന് പറ്റുമെങ്കിൽ അള്ളാഹുവിന്റെ കുറ്റാന്വേഷണം എത്ര ശക്തമായിരിക്കും സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ ശിർക്കില്ല എന്ന് ഉറപ്പ് വരുത്തുക. ശിർക്ക് നഷ്ടമാണ്. എന്താ ശിർക്ക് വരുത്തുന്ന നഷ്ടം? ഫകഅന്നമാ ഖറ മിനസ് സമാ. ഒരു സമാധാനം ഉണ്ടാവില്ല. ഒരു തങ്ങളെടുത്തുനിന്ന് അടുത്ത തങ്ങളെടുത്തേക്ക്, ഒരു ജാറത്തുനിന്ന് അടുത്ത ജാറത്തേക്ക് എവിടെയും സമാധാനം കിട്ടൂല. ആകാശത്ത് നിന്ന് വീണവനെ പോലെ തെണ്ടിത്തിരിയും. സമ്പാദിച്ചത് മുഴുവൻ കന്നിമൂല പൊളിച്ചും അല്ലാത്തത് പൊളിച്ചും എഴുതിയും കലക്കിയും കുടിച്ചും അങ്ങനെ അങ്ങോട്ട് തീരും. അവസാനോ ലൈൻ അശ്റക്ത ലയഹ്ബതൻ അമലുക്, ചെയ്ത നിസ്കാരവും നോമ്പും സദഖയും ഒക്കെ പൊളിഞ്ഞിട്ടുണ്ടാകും. എന്ത് സംഭവിക്കും? ഇന്നഹു മയുശ്രികു ബില്ലാഹ്, ഒരാൾ ശിർക്ക് ചെയ്താൽ അവൻ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗ്ഗം നിഷിദ്ധമായിരിക്കും. വമഅവാഹുന്നാർ, നരകമായിരിക്കും സങ്കേതം. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ ശുപാർശയിൽ അവൻ ഉണ്ടാവുകയില്ല. ഫഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ്, അത് ലഭിക്കുക. മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ശൈആ, അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ മരിച്ചവർക്ക് മാത്രം കിട്ടുന്നതായിരിക്കും അത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതോടൊപ്പം ഏറ്റവും അവസാനത്തെ പോയിന്റ്, ഇവിടെ അവസാനിപ്പിക്കേണ്ട ടൈമായിട്ടുണ്ട്. നമ്മൾ ദീനീ ദഅവ രംഗത്ത് ഉണ്ടാകുക.
അതിനൊരു കുളിർമയുണ്ട്, അതിനൊരു ആനന്ദമുണ്ട്. എന്താണ് ദീനീ ദഅ്വാ രംഗത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബാധ്യത നിർവഹിക്കണം. ഒന്നെന്താ ബാധ്യത? നബിനെ അറിയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാം. എന്തേ ഉപ്പ മരിച്ചപ്പോൾ കരഞ്ഞത്? എന്തേ മോൻ ആക്സിഡന്റ് പറ്റിയപ്പോൾ സങ്കടപ്പെട്ടത്? എന്തേ ഭാര്യ രോഗിയാണെന്നറിഞ്ഞപ്പോൾ, അവളുടെ കിഡ്നി പോയി എന്നറിഞ്ഞപ്പോൾ, സർ എൻ്റെ കിഡ്നി ഞാൻ കൊടുക്കാമെന്ന് ഒരു സംശയം പോലുമില്ലാതെ ചോദിച്ചത്? അറിയാം നമുക്ക് അവളെ, അതുകൊണ്ടാ നമുക്ക് ചെയ്തു തരുന്നതൊക്കെ അറിയാം. എങ്കിൽ മുത്ത് റസൂലുള്ളാഹി ചെയ്തു തന്നതൊക്കെ ഒന്ന് അറിഞ്ഞാൽ അറിയാതെ നമ്മൾ സ്നേഹിച്ചു പോകും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ബാധ്യത സ്നേഹിക്കുകയാണ്. ഹുബൈബ് സ്നേഹിച്ചു. നിന്റെ പ്രവാചകൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ നിന്നെ രക്ഷിക്കാന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ പ്രവാചകന്റെ കാലിൽ മുള്ളുകുത്തിയിട്ട് അതിനു പകരം എന്നെ രക്ഷിക്കാന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ, അതാ തൻഈം കുന്നിലെ കുരിശ് കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉത്തരം തരോ, മുസ്ലിമ. ഇത് ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാറിന്റെ ഡയലോഗ് കേട്ടിട്ട് ആ ഫിലിം സ്റ്റാറിന് ലൈക്ക് അടിക്കുന്ന യുവത്വം. അവരോട് ഞാൻ പറയാണ്, ഡയറക്ടർ എഴുതി കൊടുത്ത വാചകം കാണാതെ പഠിച്ച് റെക്കോർഡിംഗ് ക്യാമറക്ക് മുന്നിൽ 100 വട്ടം റീടേക്കുകൾ എടുത്തു വരുന്ന മമ്മൂട്ടിയുടെ, മോഹൻലാലിന്റെ, ഷാരൂഖ് ഖാന്റെ ഡയലോഗ് അല്ല ഇത്. മറിച്ച് ആത്മാവിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഉയർക്കൊണ്ട ഡയലോഗ്. അത് മുസ്ലിമായി മരിക്കണിൽ എനിക്കൊരു പ്രശ്നമല്ല, വീട്ടിൽ തൊട്ടിലാടുന്ന പൊന്നുവിനെ കുറിച്ച് ഓർക്കാഞ്ഞിട്ടല്ല, വിധവയാകുന്ന ഭാര്യയെക്കുറിച്ച് ഓർക്കാഞ്ഞിട്ടല്ല, അതിന്റെ അപ്പുറത്ത് ഹൃദയത്തിൽ പ്രവാചകനെ സ്ഥാപിച്ചിരുന്നു. അതാണ് കാരണം. അങ്ങനെ സ്ഥാപിച്ച ആളുകൾ ആ പ്രവാചകനെ സംരക്ഷിക്കണം. സ്വഹാബത്ത് കൈ കൊടുത്തിട്ട് സംരക്ഷിച്ചു, കാല് കൊടുത്തിട്ട് സംരക്ഷിച്ചു, തല കൊടുത്തിട്ട് സംരക്ഷിച്ചു. നെഞ്ചകത്തെ മുറിഞ്ഞ് പൊളിഞ്ഞ് പുറത്തേക്ക് രക്തം പോന്ന് മരിച്ചു വീണ് അവർ സംരക്ഷിച്ചു. നമുക്കൊരു CD കൊടുത്ത് സംരക്ഷിക്കാൻ പറ്റണില്ല അല്ലേ? നമുക്കൊരു ലഘുലേഖ കൊടുത്ത് സംരക്ഷിക്കാൻ പറ്റണില്ല. സൗദി അറേബ്യയിൽ 5, 6, 10 ബാങ്കുകൾക്ക് മധ്യത്തിൽ ജീവിച്ചിട്ടും അവനൊന്നും ജോസഫാണ്, അവനൊന്നും ജോണാണ്. അവന്റെ അടുത്ത് ആരും പോയി പറഞ്ഞിട്ടില്ല. ഉണ്ടോ? അത്തരം ദൗത്യങ്ങളുടെ മുന്നിൽ നമ്മളില്ല, അത്തരം ദൗത്യങ്ങളിൽ നമ്മൾ ഉണ്ടാകുന്നില്ല. അവസരമുണ്ട്. ദമാമിലെ ഇസ്ലാഹി സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസം ഒരുമിച്ച് കൂടി ദമാമിലെ മൊത്തം മലയാളികളെ കാണാമെന്ന് തീരുമാനിച്ചു. അവസാനത്തെ മലയാളി എന്ന് കണ്ടു തീരും അള്ളാഹുവിനറിയാം. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ, തൗഹീദിനു വേണ്ടി കടൽ വരെ പിളർന്നിട്ടുണ്ട്. ഒരു പേടി അതുകൊണ്ടില്ല. മംഗലാപുരത്തെ സുഹൃത്തുക്കൾ തീരുമാനിക്കുക, മുഴുവൻ മംഗലാപുരത്തു നിന്നുമുള്ള പ്രവർത്തകരെയും നേരിട്ട് കണ്ടവരോട് സംസാരിക്കുന്നു അല്ലേ? അങ്ങനത്തെ ഒരു അജണ്ടയിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണെങ്കിലും ഓരോ വീട്ടിലേക്കും കയറിപ്പോവുകയാണ്. മുത്ത് റസൂലുള്ളാഹിയെ സംരക്ഷിക്കാനാണ്, പ്രവാചകനെ പറ്റിയുള്ള തെറ്റിദ്ധാരണ തീർക്കാനാണ്. ചെയ്തിട്ടും ഒന്നും കിട്ടാതെ ഞാൻ നേരത്തെ പറഞ്ഞ കഥയിലെ ആളുടെ അവസ്ഥയുള്ള ഒരുപാട് ഉമ്മാമ്മമാർ തസ്ബീഹ് മാലയും കൊണ്ട് ഇരിക്കുന്നുണ്ട്. മാമ കയ്യിൽ ഏല സഹിക്കണം എന്ന് പറയാനാണ്. ചെന്നോടത്തൊക്കെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കത്തിരി എടുത്ത് വന്നിട്ട് പേരക്കുട്ടിന്റെ മുറിച്ച് നീക്കിയിട്ട് ഉമ്മാമ്മ ചോദിക്കാണ്, കുന്നിന്റെ മേലെ, പൂനൂരിലെ കുന്നിന്റെ മേലെ നിൽക്കണം ഉമ്മാമ്മ ചോദിക്കുക, കുട്ടികളെ ഈ നട്ടുച്ച നേരത്ത് ഇത് പറഞ്ഞു തരാൻ നിങ്ങൾ വരേണ്ടി വന്നല്ലോ. എന്നും ഇവിടെ ഒരു ഉസ്താദ് വരലുണ്ട്. ആ ഉസ്താദ് ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ ഒരിക്കലെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കാലം ഇത് സംഭവിക്കൂലായിരുന്നല്ലോ എന്ന് ചോദിക്കാണ്. ആ മഹാദൗത്യങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഗൗരവത്തിൽ ഈ കാര്യത്തെ കണ്ട് മുന്നോട്ട് നീങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ പരിശുദ്ധ സ്വർഗത്തെ അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയെ സാക്ഷാത്കരിക്കാനുള്ള തൗഫീഖ് അവൻ നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദ്.